പറയാനുണ്ടെങ്കിലും അൺമ്യൂട്ട് ചെയ്ത് പറയുകയും ചാറ്റ് ബോക്സിൽ ഇടുകയും ചെയ്യാം. അപ്പോൾ ഞാൻ തുടങ്ങാൻ പോവുകയാണ്. ആദ്യം നോ യുവർ എക്സാംസ് ആൻഡ് സിലബസ് ആൻഡ് എക്സാംസ്. അപ്പോ ഇതിൽ നിങ്ങൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ ഏതൊരു കാര്യം പഠിച്ചു തുടങ്ങുന്നതിന് മുമ്പും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് നിങ്ങൾ പഠിക്കാൻ പോകുന്നത്. അതാണ് നിങ്ങൾ മെയിൻ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ആൻഡ് ഈ ഒരു സെക്ഷൻ കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അതാണ്. അതായത് നിങ്ങൾ ഫസ്റ്റ് ഇയർ, അതായത് ആദ്യത്തെ 2 സെമ്മിൽ എന്തൊക്കെയാണ് പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് സ്ലൈഡിലോട്ട് പോവാം. ആദ്യം നിങ്ങൾ അറിയേണ്ടത് എത്ര സബ്ജക്ട്സ് ഉണ്ട് നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറിൽ പഠിക്കാൻ. ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് ടോട്ടൽ 15 സബ്ജക്ട്സ് ആണ് ഉള്ളത്. 15 സബ്ജക്ട്സ് എന്ന് പറയുമ്പോൾ 11 തിയറി സബ്ജക്ട്സും 4 ലാബ് ആൻഡ് വർക്ക്ഷോപ്സ്, അങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നത് ഈ 15 സബ്ജക്ട്സിന്. ഈ 15 സബ്ജക്ട്സും ഈ 15 നിങ്ങൾ പഠിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, ഫസ്റ്റ് സെമസ്റ്ററിൽ ടോട്ടൽ 7 സബ്ജക്റ്റും സെക്കൻഡ് സെമസ്റ്റർ വരുമ്പം 8 സബ്ജക്റ്റുമാണ് പഠിക്കുന്നത്. അതായത് 5 തിയറി സബ്ജക്റ്റും 2 ലാബും ഫസ്റ്റ് സെറ്റിൽ പഠിക്കുന്നു. ബാക്കി 6 തിയറി സബ്ജക്റ്റും 2 ലാബും സെക്കൻഡ് സെമ്മിൽ പഠിക്കുന്നു. അങ്ങനെയാണ് ഇതിന്റെ ഒരു സ്പ്ലിറ്റിംഗ് വരുന്നത്. ആൻഡ് ഇതാണ് നിങ്ങളുടെ ടോട്ടൽ ആയിട്ട് നിങ്ങളുടെ സബ്ജക്ട്സിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നിങ്ങൾക്ക് ഈ സ്ലൈഡിലോട്ട് നോക്കുമ്പോൾ കാണാൻ പറ്റും, ഈ സ്ലൈഡിൽ ഒരു 3 കോളം ഉണ്ട്. 3 കോളം എന്ന് പറയുമ്പോൾ ആദ്യത്തെ കോളം കോഴ്സ് കോഡ് എന്ന് പറഞ്ഞൊരു കോളം. അത് വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമല്ല, നിങ്ങൾക്ക് വലിയ ഇമ്പോർട്ടൻസ് വരുന്ന കാര്യമില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ കോഴ്സസ് എന്ന് പറഞ്ഞൊരു കോളം, ദെൻ ക്രെഡിറ്റ്സ് എന്ന് പറഞ്ഞൊരു കോളം. ഇതില് നിങ്ങൾ നോട്ട് ചെയ്യേണ്ട കാര്യം, കോഴ്സസ് എന്ന് പറഞ്ഞ കോളം നിങ്ങൾ മിക്കവാറും നിങ്ങൾക്ക് ക്ലാസ് ഒക്കെ ഏകദേശം സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ഈ പരിധികൾ പലയിടത്തും കേട്ട് കാണും. ഫിസിക്സ്, കെമിസ്ട്രി, മെക്കാനിക്സ് എന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പൊ പഠിക്കുന്ന സബ്ജക്ട്സ് അത്രേ ഉള്ളൂ. ആൻഡ് ക്രെഡിറ്റ്സ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യണം. ഈ ക്രെഡിറ്റ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു സബ്ജക്റ്റിന്റെ ഇമ്പോർട്ടൻസ് കാണിച്ചു തരുന്ന ഒരു സാധനമാണ് ഈ ക്രെഡിറ്റ്സ് എന്ന് പറഞ്ഞാൽ. അതായത് ഇപ്പൊ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ക്രെഡിറ്റ്സിനെ കുറിച്ച് ജസ്റ്റ് ഒരു ഇൻട്രോ തരാം. ക്രെഡിറ്റ്സിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സെക്ഷൻ നമ്മുടെ 4ാമത്തെ ആക്ടിവിറ്റി പോയിന്റ്സിന്റെ സെക്ഷനിൽ കുറച്ചും കൂടെ നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തു വരുന്നുണ്ട്. ഇപ്പൊ ഞാൻ ജസ്റ്റ് ഇപ്പോഴത്തെ നമ്മൾ ക്രെഡിറ്റിനെ കുറിച്ച് ചെറുതായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം മാത്രം എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പോ ഹലോ, ഓക്കെ. അപ്പോ ക്രെഡിറ്റ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇതിൽ നോക്കിയാൽ കാണാം, ഒരു 4 ക്രെഡിറ്റ്, 3, 0 അങ്ങനെ ക്രെഡിറ്റ്സിനെ പല ആണ് ഇങ്ങനെ ഇതിന്റെ അത് കൊടുത്തിട്ടുള്ളത്. അതായത് ഈ 4 ക്രെഡിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്, ഈ 4 ക്രെഡിറ്റ് ഉള്ള സബ്ജക്ട് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതാണ് ഈ 4 ക്രെഡിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 3 ക്രെഡിറ്റ് എന്ന് പറയുമ്പോൾ കുറച്ച് ഇമ്പോർട്ടൻസ് കുറവാണ്, എന്നാലും ഇമ്പോർട്ടന്റ് ആണ്. എന്നാലും ഈ 4 ക്രെഡിറ്റ്സിനെ അപേക്ഷിച്ച് കുറച്ച് ഇമ്പോർട്ടൻസ് കുറവാണ്. ആൻഡ് 0 ക്രെഡിറ്റ്സ് ഉണ്ട്. 0 ക്രെഡിറ്റ്സ് എന്ന് വെച്ചാൽ അത്ര ഇമ്പോർട്ടൻസ് ഇല്ലാത്ത സബ്ജക്ട് ആണ്. എന്ന് വെച്ചാൽ ജസ്റ്റ് പാസ് ഓർ ഫെയിൽ സബ്ജക്ട് ആണ്. അതിനൊരു ഗ്രേഡിംഗ് സിസ്റ്റമോ അങ്ങനെ ഒന്നുമില്ല. നിങ്ങൾ ഒന്നീ പാസ് ആവുക അല്ലെങ്കിൽ ഫെയിൽ ആവുക, അങ്ങനെ ഒരു കാര്യമാണ് ഈ 0 ക്രെഡിറ്റ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നിങ്ങൾക്ക് പഠിക്കേണ്ട മെയിൻ സബ്ജക്ട്സ് ഇപ്പോൾ മിക്കവാറും എല്ലാവർക്കും ടൈം ടേബിൾ കിട്ടി, ക്ലാസ് ഒക്കെ തുടങ്ങി. അപ്പൊ നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഫിസിക്സ് ഉണ്ട്, മാത്സ് ഉണ്ട്, കെമിസ്ട്രി, മെക്കാനിക്സ്, സിവിൽ, മെക്ക്, ഇലക്ട്രിക്കൽ, അങ്ങനെ കുറെ സബ്ജക്ട്സ് ഉണ്ട്. അപ്പോ അത് എല്ലാം മിക്കതും ഉള്ളതെല്ലാം നിങ്ങൾ +2 വരെ പഠിച്ചു വന്നതാണ്. അപ്പൊ ഇവിടെ വരുമ്പോൾ നമ്മുടെ മാത്സിന് വേറെ പല പേരുകളുമായിരിക്കും നിങ്ങൾ കേൾക്കുന്നത്. ഫസ്റ്റ് ഇയറിൽ വരുമ്പോൾ, ഫസ്റ്റ് സെമ്മിൽ വരുമ്പോഴത്തേക്ക് ലീനിയർ ആൾജിബ്ര ആൻഡ് കാൽക്കുലസ്, സെക്കൻഡ് സെമ്മിൽ വരുമ്പോഴത്തേക്ക് വെക്ടർ കാൽക്കുലസ്, ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആൻഡ് ട്രാൻസ്ഫോം ആയിരിക്കും മാത്സ് തിരിക്കുന്നത്. പക്ഷെ ബേസിക്കലി ഇതെല്ലാം നമ്മുടെ മാത്സ് തന്നെയാണ്. ഓക്കെ, അപ്പൊ ഈ മാത്സിന്റെ പേരാണ് ലീനിയർ ആൾജിബ്ര ആൻഡ് കാൽക്കുലസ്. അത് പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലാ ഡിപ്പാർട്ട്മെന്റും കോമൺ ആയിട്ട് പഠിക്കുന്ന 2 സബ്ജക്ട്സ് ആണ്. എല്ലാവർക്കും ഒരേപോലെ പഠിക്കാനുള്ള 2 സബ്ജക്ട്സ് ആണ് ഈ ലീനിയർ ആൾജിബ്ര ആൻഡ് കാൽക്കുലസ് എന്ന് പറയുന്നത് നമ്മുടെ മാത്സും ലൈഫ് സ്കിൽ. അത് എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഒരേപോലെ പഠിക്കാറുണ്ട്. പിന്നെ ബാക്കി വരുന്ന ഈ ഫിസിക്സ്, കെമിസ്ട്രി ഒരേപോലെ പഠിക്കാറുണ്ടെന്ന് വെച്ചാൽ ഫസ്റ്റ് സെമസ്റ്ററിൽ ഒരേപോലെ പഠിക്കാറുണ്ട്. അപ്പൊ ബാക്കി വരുന്ന ഈ ഫിസിക്സും കെമിസ്ട്രിയും മെക്കാനിക്സും ഒക്കെ പഠിക്കും. പക്ഷെ അതിലൊരു ചെറിയ ഡിഫറൻസ് ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം എന്താണ്. അപ്പോ ഇനി ഇതില് ലീനിയർ ആൾജിബ്ര ആൻഡ് കാൽക്കുലസ് അതിൽ മെയിൻ ആയിട്ട് വരുന്നത് എന്തൊക്കെയാണ് ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രോ തരാം. ആൻഡ് ഇതിൽ ഡെപ്ത് ആയിട്ട് ഓരോ മൊഡ്യൂളിലും എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ള ഇനിയുള്ള PPTയിൽ ഞങ്ങൾ നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഞാൻ ജസ്റ്റ് എന്താണ് ഇൻട്രോ തരാം. ആദ്യം ലീനിയർ ആൾജിബ്ര ആൻഡ് കാൽക്കുലസിൽ വരുന്നതെന്ന് വെച്ചാൽ ലിമിറ്റ്സ് വരും, ഡെറിവേറ്റീവ്സ്, ഇന്റഗ്രേഷൻ, മെട്രിക്സ്, അങ്ങനെ ഇതെല്ലാം നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അപ്പൊ ഇതൊക്കെ തന്നെ കുറച്ചും കൂടെ കൂടിയ വെർഷൻ ആയിട്ടാണ് നമ്മൾ ഈ ലീനിയർ ആൾജിബ്ര ആൻഡ് കാൽക്കുലസ് എന്ന് പറഞ്ഞ സബ്ജക്ട് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അതിന് 4 ക്രെഡിറ്റ് ആണുള്ളത്. 4 ക്രെഡിറ്റ് എന്ന് വെച്ചാൽ കുറച്ച് ഇമ്പോർട്ടൻസ് കൂടിയ സബ്ജക്ട് ആണ് ഇതെന്ന് പറഞ്ഞു. ഇനി നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഫിസിക്സ് തന്നെ A-B എന്ന് പറഞ്ഞ് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് എഞ്ചിനീയറിംഗ് ഫിസിക്സ് A, എഞ്ചിനീയറിംഗ് ഫിസിക്സ് B എന്ന് പറഞ്ഞ് ഇതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്തേക്കുന്നതെന്ന് വെച്ചാൽ,
സർക്യൂട്ടൽ ബ്രാഞ്ചസ്, നോൺ സർക്യൂട്ടൽ ബ്രാഞ്ചസ്, ആ ഒരു ബേസിലാണ് സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് നമ്മുടെ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചസ് എടുക്കുകയാണെങ്കിൽ അതിന് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. സർക്യൂട്ടൽ ബ്രാഞ്ചസ്, ഇപ്പൊ നമ്മുടെ കോളേജ് എടുക്കുകയാണെങ്കിൽ നമ്മുടെ കോളേജിലെ സർക്യൂട്ടൽ ബ്രാഞ്ചസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ IT, EC, EEE, ഇത് മൂന്നുമാണ് സർക്യൂട്ടൽ ബ്രാഞ്ചസിൽ വരുന്നത്. ഇനി നോൺ സർക്യൂട്ടൽ ബ്രാഞ്ചസിൽ വരുന്നത് മെക്ക്, സിവിൽ, ഇത് രണ്ടും നോൺ സർക്യൂട്ടൽ ബ്രാഞ്ചസിൽ വരുന്നു. ഇനി ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്തുവാന്ന് വെച്ചാൽ വലിയ ഡിഫറൻസ് ഒന്നുമില്ല. ആദ്യത്തെ ഒരു 3 മൊഡ്യൂള് നമ്മൾ പഠിക്കുന്നത്, നമ്മൾ എല്ലാ IT-ക്കാരും EC-ക്കാരും EEE-ക്കാരും മെക്കും സിവിലും എല്ലാം സെയിം തന്നെയാണ് പഠിക്കുന്നത്, ഒരു ഡിഫറൻസും ഇല്ല. ബട്ട് പിന്നെ ഡിഫറൻസ് വരുന്ന എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ 4th മൊഡ്യൂളും 5th മൊഡ്യൂളും വരുമ്പോൾ പോർഷൻസിൽ ഡിഫറൻസ് വരും. അവിടെ മാത്രമാണ് ആകെ ഡിഫറൻസ് വരുന്നത്. ഓക്കെ, അതാണ് ഫിസിക്സിന്റെ എയുടെയും ബിയുടെയും കാര്യം. ആൻഡ് അതിൽ പഠിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഓസിലേഷൻ, വേവ്, നാനോ ടെക്നോളജി, ഫോട്ടോണിക്സ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. ഈ ഓസിലേഷൻ വേവ് ഒക്കെ നമ്മൾ കുറെ കേട്ടിട്ടുള്ളതാണ്, +1 +2 ആൻഡ് അതിന് മുമ്പത്തെ ക്ലാസ്സസ് ഒക്കെ കുറെ കേട്ടിട്ടുള്ളതാണ്. ദെൻ ഇനി വരുന്ന സബ്ജക്റ്റ് ആണ് കെമിസ്ട്രി, എഞ്ചിനീയറിംഗ് കെമിസ്ട്രി. അപ്പൊ എഞ്ചിനീയറിംഗ് കെമിസ്ട്രി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ പഠിച്ച പോർഷൻസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ഇലക്ട്രോ കെമിസ്ട്രി, പിന്നെ നമ്മുടെ ഹൈഡ്രോ കാർബൺസിനെ പറ്റി, അങ്ങനെയെല്ലാം കുറച്ച് പോർഷൻസ് നമ്മൾ പഠിച്ചതുണ്ട്. അത് നമ്മൾ പഠിക്കാത്ത പോർഷൻസ് വരുന്ന ഏതെന്ന് വെച്ചാൽ സ്റ്റീരിയോ കെമിസ്ട്രി എന്ന് പറയുന്ന ഒരു ടോപ്പിക് വരുന്നുണ്ട്. അത് നമ്മൾ പഠിച്ചിട്ടില്ല. നമുക്ക് ചിലപ്പോൾ ആദ്യം കുറച്ച് ടഫ് ആയിട്ട് വരുന്ന ഒരു പോർഷനാണ് സ്റ്റീരിയോ കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ. എന്നാലും അത്യാവശ്യം പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് സ്റ്റീരിയോ കെമിസ്ട്രി. ദെൻ പിന്നെ ഒരു ലാസ്റ്റ് ഒരു മൊഡ്യൂൾ ഉണ്ട്, വാട്ടർ ആൻഡ് പോളിമർ കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ്. വാട്ടർ അതിൽ വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഹാർഡ്നെസ്, പിന്നെ ടെമ്പററി ഹാർഡ്നെസ്, പെർമനന്റ് ഹാർഡ്നെസ്, അതെങ്ങനെ സോൾവ് ചെയ്യാം, എന്തുകൊണ്ടാണ് ഇതൊക്കെ വരുന്നത്, അങ്ങനെയുള്ളതൊക്കെയാണ് ലാസ്റ്റ് മൊഡ്യൂൾ വരുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മൊഡ്യൂളാണ് ലാസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്ന കെമിസ്ട്രി. ഇനി നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, ഇപ്പൊ നിങ്ങൾ പലരും വിചാരിക്കും IT-ക്കാർക്ക് ഇപ്പൊ ഫസ്റ്റ് സെമ്മില് ഫിസിക്സ് ആയിരിക്കും, സിവിലുകാർക്ക് ചിലപ്പോൾ കെമിസ്ട്രി ആയിരിക്കും. അതെന്താ ഞങ്ങൾ ഫിസിക്സ് പഠിക്കട്ടെ? ഇപ്പൊ സിവിലുകാർ വിചാരിക്കും എന്നാൽ ഞങ്ങൾ ഫിസിക്സ് പഠിക്കട്ടെ, ഞങ്ങൾ കെമിസ്ട്രി മാത്രം പഠിച്ചാൽ മതിയോ? അല്ലെങ്കിൽ IT-ക്കാർ വിചാരിക്കും ഞങ്ങൾ കെമിസ്ട്രി പഠിക്കണ്ടേ, ഫിസിക്സ് മാത്രം പഠിച്ചാൽ മതിയോ? അങ്ങനെ ഒരു വിചാരം വരും. പക്ഷെ അങ്ങനെയല്ല, എല്ലാവരും പഠിക്കണം. പക്ഷെ പഠിക്കേണ്ടത് എങ്ങനെയാന്ന് വെച്ചാൽ നമ്മുടെ KQ പറയുന്നത് എന്താന്ന് വെച്ചാൽ ആസ് പെർ KQ റൂൾസ് നമ്മുടെ ഒരു കോളേജില് 50% ആൾക്കാർ ഫസ്റ്റ് സെമസ്റ്ററിൽ ഫിസിക്സ് ആണ് പഠിക്കണമെങ്കിൽ അടുത്ത 50% ആൾക്കാർ ഫസ്റ്റ് സെമസ്റ്ററിൽ കെമിസ്ട്രി ആയിരിക്കും പഠിക്കുന്നത്. അതായത് നമ്മുടെ കോളേജിനെ സംബന്ധിച്ചിടത്തോളം 5 ബ്രാഞ്ചാണുള്ളത്. 5 ബ്രാഞ്ചിൽ അപ്പൊ നമുക്ക് 50% ആ ഒരു സ്പ്ലിറ്റിംഗ് നടക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ കോളേജ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു മൂന്ന് ഡിപ്പാർട്ട്മെന്റുകാർക്ക് ഫിസിക്സ് കൊടുക്കും, ബാക്കിയുള്ള 2 ഡിപ്പാർട്ട്മെന്റുകാർ കെമിസ്ട്രി കൊടുക്കും ഫസ്റ്റ് സെമ്മിൽ. അത് സെക്കൻഡ് സെം വരുമ്പോഴത്തേക്ക് തിരിച്ചു വരും. അതായത് ഇപ്പോ ഫസ്റ്റ് സെമ്മിൽ കെമിസ്ട്രി കിട്ടിയ ആൾക്കാർക്ക് സെക്കൻഡ് സെം ആകുമ്പോൾ ഫിസിക്സ് കിട്ടും. ആൻഡ് സെക്കൻഡ് സെമ്മിൽ അവർക്ക് ഫസ്റ്റ് സെമ്മിൽ കെമിസ്ട്രി കിട്ടിയ ആൾക്കാർക്ക് ഫിസിക്സ് കിട്ടും. അങ്ങനെ മാറി തന്നെ വരും. ഓക്കെ, അതാണ് ഫിസിക്സിന്റെയും കെമിസ്ട്രിയുടെയും കാര്യം. ഈ ഒരു മോഡൽ തന്നെ മെക്കാനിക്സിലും ഗ്രാഫിക്സിലും സിവിൽ ആൻഡ് മെക്കാനിക്കലിലും ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സിലും വരും. അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഇതിന് ക്രെഡിറ്റ് വരുന്നതെന്ന് വെച്ചാൽ മാക്സിമം ക്രെഡിറ്റ് ആയിട്ടുള്ള 4 ക്രെഡിറ്റ് ആണ് ഇതിനും വരുന്നത്. പിന്നെ ഉള്ളത് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് ആൻഡ് എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ്. എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് ആൻഡ് എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് എന്ന് പറഞ്ഞാൽ മെക്കാനിക്സിൽ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, റിലേറ്റഡ് ടു മോഷൻ. അതാണ് മെക്കാനിക്സ് എന്ന് പറഞ്ഞാൽ. സത്യം പറഞ്ഞാൽ നമ്മൾ ഫിസിക്സിൽ പഠിച്ച കാര്യങ്ങളാണ് ഈ മെക്കാനിക്സിൽ മെയിൻ ആയിട്ട് വരുന്നത്. അതായത് ഫ്രിക്ഷൻ, ഫോഴ്സ്, പാരലോഗ്രാം ലാ, പെർപെൻഡിക്കുലർ ലാ, റൊട്ടേഷൻ, അങ്ങനെ കുറച്ചിതാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ പ്രോബ്ലംസ് ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഏറ്റവും ഫേവറേറ്റ് സബ്ജക്റ്റ് ആയിരിക്കും ഈ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് എന്ന് വെച്ചാൽ. എന്നാൽ ഫുള്ള് പ്രോബ്ലം, അതായത് ഒരു മൊഡ്യൂൾ എടുക്കുകയാണെങ്കിൽ അതിൽ 45 അല്ല, ഒരു 75% പ്രോബ്ലംസ് ആണ്. ആൻഡ് ഒരു 25% മാത്രമേ തിയറി പോർഷൻ വരൂ. ഫുൾ പ്രോബ്ലംസ് ആണ്. ഇനി ഡ്രോയിങ് ഇഷ്ടമുള്ളവർക്ക് ഫേവറേറ്റ് ആവുന്ന ഒരു സബ്ജക്റ്റ് ആണ് എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് എന്ന് പറഞ്ഞാൽ. അതായത് നമ്മൾ എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ ചെയ്യേണ്ട കാര്യം ആദ്യമേ പെൻസിൽ, അവിടെ പേനയുടെ ആവശ്യമൊന്നുമില്ല, പെൻസിൽ, സ്കെയിൽ, ഇറൈസർ, പ്രൊട്രാക്ടർ, സെറ്റ് സ്ക്വയർ, കോമ്പസ്, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളും കൊണ്ട് ഇരിക്കേണ്ട ഒരു സബ്ജക്റ്റ് ആണ് എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് എന്ന് പറയുന്നത്. എന്നാൽ ഇത് ഫുൾ ഡ്രോയിങ് ആണ്. ഡ്രോയിങ് എന്ന് പറയുമ്പോൾ സോളിന്റെ ഡ്രോയിങ്, പോയിന്റിന്റെ പ്രൊജക്ഷൻ കണ്ടുപിടിക്കുക, ലൈനിന്റെ പ്രൊജക്ഷൻ കണ്ടുപിടിക്കുക, അങ്ങനെ ഫുൾ ഓൺ ഡ്രോയിങ് വരുന്ന സബ്ജക്റ്റ് ആണ് എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് എന്ന് പറഞ്ഞാൽ. അതിന് 3 ക്രെഡിറ്റ് ആണുള്ളത്. എന്ന് വെച്ചാൽ കുറച്ച് ഇമ്പോർട്ടൻസ് കുറവാണ്, പക്ഷെ ഇമ്പോർട്ടന്റ് ആണ്, പാസ് ആവണം. പിന്നെ ഗ്രാഫിക്സിന്റെ മാർക്കിംഗ് സിസ്റ്റത്തിൽ ഒരു കുറച്ച് പ്രശ്നമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ മാർക്കിന്റെ സെക്ഷൻ വരുമ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇനിയുള്ള സബ്ജക്ട് നമ്മൾ നേരത്തെ ഫിസിക്സിന്റെ കെമിസ്ട്രിയുടെ കാര്യം പറഞ്ഞ പോലെ ഗ്രാഫിക്സിനും മെക്കാനിക്സിനും വരുമ്പോഴത്തേക്ക് ആ ഒരു ഇതുണ്ട്. അതായത് ഇപ്പോ ഞാൻ എല്ലാ IT പറയുന്നതൊന്നും തോന്നരുത്, എനിക്ക് പെട്ടെന്ന് വായി വരുന്ന അതാണ് കേട്ടോ. അപ്പൊ പെട്ടെന്ന് വായി വരുന്ന അതാണ്. അപ്പോ ഇനി
മെക്കാനിക്സ് ഗ്രാഫിക്സിന്റെ കഴിഞ്ഞു. നമ്മൾ ഫിസിക്സും കെമിസ്ട്രി പറഞ്ഞ പോലെ മെക്കാനിക്സും ഗ്രാഫിക്സും. ഇപ്പം IT-ക്കാര് ഗ്രാഫിക്സ് ആണ് ഫസ്റ്റ് സെമ്മിൽ പഠിക്കുന്നതെങ്കിൽ അവര് സിവിലുകാർ മെക്കാനിക്സ് ആയിരിക്കും പഠിക്കുന്നത്. ആൻഡ് സെക്കൻഡ് ബേസിസ് ഓഫ് സിവിൽ ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ബേസിസ് ഓഫ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്. സിവിൽ ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ സിവിലില് നമ്മുടെ പേര് പോലെ തന്നെയാണ്. സിവിലിൽ എന്തൊക്കെ പഠിക്കുന്നു അതിന്റെ ഒരു ഇൻട്രോ തരും. അതായത് നമ്മുടെ ഫസ്റ്റ് ഇയറിലെന്ന് വെച്ചാൽ നമ്മൾ ടോട്ടൽ മിക്കവാറും ഉള്ള മെയിൻ ആയിട്ടുള്ള എല്ലാ എഞ്ചിനീയറിംഗ് സ്ട്രീമിനെയും കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ ആണ് തരുന്നത്, ഫസ്റ്റ് വന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് നമ്മുടെ ഫസ്റ്റ് ഇയർ മേജർ ലക്ഷ്യം എന്ന് പറഞ്ഞത്. അതായത് നമ്മൾ എല്ലാ ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് അറിയും. സിവിലിനെ കുറിച്ച് അറിയും, ടെക്കിനെ കുറിച്ച് അറിയും, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, IT, കമ്പ്യൂട്ടർ സയൻസ്, അതിനെക്കുറിച്ച് നല്ല രീതിയിൽ മനസ്സിലാക്കാം. നമ്മൾ ഫസ്റ്റ് ഇയർ നല്ല രീതിയിൽ സഹായിക്കും. അപ്പോൾ സിവിൽ ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സിവിൽ സെക്ഷനിൽ വരുന്ന ഏതൊക്കെയാണെന്ന് വെച്ചാൽ നമ്മുടെ സിവിലിന്റെ ഏതൊക്കെയാണ് ലിഫ്റ്റ് എന്തുവാ, എലവേറ്റർ എന്തുവാ, നമ്മൾ സിവിൽ എഞ്ചിനീയറിംഗിൽ എന്തൊക്കെ സാധനങ്ങളാണ് യൂസ് ചെയ്യുന്നത്, മീൻസ് കോൺക്രീറ്റ്, സാൻഡ്, ബ്രിക്സ്, അതിനെല്ലാം കുറിച്ച് പറയുന്നു. പിന്നെ കുറച്ച് ബോർഡ്സ് ഉണ്ട്, പിന്നെ കുറച്ച് ബോർഡ്സ്, ഇംഗ്ലീഷ് ബോർഡ്, ഫ്ലെമിഷ് ബോർഡ്, അങ്ങനെ കുറച്ച് ബോർഡ്സ് ഉണ്ട്. അതിനെല്ലാം കുറിച്ചാണ് ബേസിസ് ഓഫ് സിവിൽ ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ സിവിൽ സെക്ഷനിൽ പറയുന്നത്. ഇനി മെക്കാനിക്കൽ സെക്ഷനിലെന്ന് വെച്ചാൽ നമ്മുടെ മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് പഠിക്കുന്ന ഡീസൽ എഞ്ചിൻ, പെട്രോൾ എഞ്ചിൻ, റെഫ്രിജറേഷൻ, പമ്പ്, ബെൽറ്റ്, ക്ലച്ച്, ഗിയർ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ വെൽഡിങ്, മില്ലിങ്, ഡ്രില്ലിങ്, ടേണിങ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. അതെല്ലാം മെക്കാനിക്കൽ സെക്ഷനിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, മെക്കാനിക്സ്, ഗ്രാഫിക്സ് ഇതിലൊക്കെ വരുന്നതെന്ന് പറഞ്ഞാൽ 5 മൊഡ്യൂളേ വരും. പക്ഷേ സിവിൽ ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ വരുമ്പോഴത്തേക്ക് ടോട്ടല് 6 മൊഡ്യൂൾ വരും. 6 മൊഡ്യൂൾ എന്ന് പറയുമ്പോൾ ആദ്യത്തെ 3 സിവിലും അടുത്ത 3 മെക്കും, അങ്ങനെ സ്പ്ലിറ്റ് ചെയ്തായിരിക്കും വരുന്നത്. 6 മൊഡ്യൂൾ ഇതിൻ്റെ അകത്ത് വരും. ഇനിയുള്ള ഇതിന്റെ കൂടെ പറയാൻ പറ്റുന്നതാണ് നമ്മുടെ ബേസിസ് ഓഫ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്. നമ്മുടെ സിവിലിന്റെ മെക്കിന്റെയും കാര്യം പറഞ്ഞ പോലെ തന്നെ ആദ്യത്തെ 3 മൊഡ്യൂൾ ഇലക്ട്രിക്കൽ, അടുത്ത 3 മൊഡ്യൂൾ ഇലക്ട്രോണിക്സ്. ഇതിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് പാർട്ടിൽ കൂടുതൽ ഇലക്ട്രിക്കൽ പാർട്ടിൽ വരുന്നത് നമ്മൾ പഠിച്ചിട്ടുള്ള കറണ്ട്, വോൾട്ടേജ്, ഓംസ് ലാ, സ്വിച്ച് ഓഫ് ലാ, ഫാരഡേസ് ലാ, ലെൻസസ് ലാ, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഇലക്ട്രിക്കൽ പാർട്ടിൽ വരുന്നത്. ആൻഡ് ഇലക്ട്രോണിക്സ് പാർട്ടിൽ വരുന്നത് സെമി കണ്ടക്ടേഴ്സ്, PN ഡയോഡ്, പിന്നെ കുറച്ച് ബ്ലോക്ക് ഡയഗ്രാം, സെനർ ഡയോഡ്, FM എന്തുവാ, AM എന്തുവാ, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇലക്ട്രോണിക്സ് പാർട്ടി വരുന്നത്. നമ്മൾ ഈ ഫിസിക്സിന്റെ കെമിസ്ട്രിയുടെ കാര്യം പറഞ്ഞവരാ ഇപ്പൊ IT-ക്കാർ സിവിൽ ആൻഡ് മെക്ക് ഫസ്റ്റ് സെമ്മിൽ പഠിക്കുകയാണെങ്കിൽ സിവിലുകാർ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ആയിരിക്കും. അടുത്ത സെം വരുമ്പോൾ അത് മാറി വരും. അങ്ങനെയാണ് വരുന്നത്. 4 ക്രെഡിറ്റാണുള്ളത്. ഇനി നമ്മുടെ ലൈഫ് സ്കിൽ. ലൈഫ് സ്കിൽ എന്ന് പറഞ്ഞാൽ അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സബ്ജക്ട് അല്ല സത്യം പറഞ്ഞാൽ ലൈഫ് സ്കിൽ. നമ്മുടെ എഞ്ചിനീയറിംഗ് ലൈഫിൽ നമ്മളൊരു പ്രൊഫഷണൽ ആയി ഇറങ്ങുമ്പോൾ നമുക്ക് കുറച്ച് സ്കിൽസ് വേണം. അതായത് ക്രിയേറ്റീവ് തിങ്കിങ്, ലിസണിങ് സ്കിൽ, അങ്ങനത്തെ കുറച്ച് സ്കിൽസ് വേണം. അപ്പൊ ആ സ്കിൽസിന്റെ ഇമ്പോർട്ടൻസ് പഠിപ്പിച്ചു തരുന്ന ഒരു സബ്ജക്റ്റ് ആണ് ലൈഫ് സ്കിൽ എന്ന് പറഞ്ഞാൽ. ക്രെഡിറ്റ് ഇല്ലാത്ത ഒരു സബ്ജക്റ്റ് ആണ്, എന്ന് വെച്ചാൽ ജസ്റ്റ് പാസ് ഓഫ് ഫെയിൽ സബ്ജക്റ്റ് ആണ്. പിന്നെ ഇതിൽ ഓരോ മൊഡ്യൂളിലും എന്തൊക്കെയാണ് വരുന്നത് അടുത്ത വരുന്ന സ്ലൈഡ്സിൽ നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഓവർവ്യൂ ആണ് ഇപ്പം പറഞ്ഞു പോകുന്നത്. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒക്കെ 3 എണ്ണം പ്ലസ് മാത്സ് ആൻഡ് ലൈഫ് സ്കിൽ, മീൻസ് ലീനിയർ ആൽജിബ്ര ആൻഡ് കാൽക്കുലസും ലൈഫ് സ്കില്ലും, ഇത്രയാണ് നമ്മുടെ ഫസ്റ്റ് സെമ്മിൽ വരുന്നത്. അതായത് 5 സബ്ജക്ട്, തിയറി സബ്ജക്ട്. ഇനി സെക്കൻഡ് സെമ്മിൽ വരുമ്പോഴത്തേക്ക് എല്ലാ ബ്രാഞ്ചുകാർക്കും ഒരേപോലെ പഠിക്കാനുള്ള 3 സബ്ജക്റ്റാണ് ഈ താഴെ കിടക്കുന്ന 3 എണ്ണം. വെക്ടർ കാൽക്കുലസ്, ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആൻഡ് ട്രാൻസ്ഫോം, പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷൻ, പ്രോഗ്രാമിംഗ് ഇൻ സി. ഇത് എല്ലാ ബ്രാഞ്ചുകാർക്കും ഒരേപോലെ പഠിക്കാനുള്ളതാണ്. ആൻഡ് ഫസ്റ്റ് സെമ്മിൽ നമ്മൾ ലൈഫ് സ്കില്ലിന് എന്ന് പറഞ്ഞ പോലെ സെക്കൻഡ് സെമ്മിൽ വരുമ്പോഴത്തേക്ക് പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷന് ഇതില്ല, ക്രെഡിറ്റ്സ് ഇല്ല. അതായത് ജസ്റ്റ് പാസ് ഓർ ഫെയിൽ സബ്ജക്റ്റ് ആണ് പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞത്. ഇനി വെക്ടർ കാൽക്കുലസ്, ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആൻഡ് ട്രാൻസ്ഫോം, അതിന്റെ അകത്ത് മെയിൻ ആയിട്ട് വരുന്ന ഏതൊക്കെയെന്ന് വെച്ചാൽ കേൾ എന്ന് പറഞ്ഞാൽ അത് കുറച്ച് നിങ്ങൾക്ക് ചിലപ്പോൾ പുതിയ ടേംസ് ആയിരിക്കും ഇതൊക്കെ കേൾക്കുമ്പോൾ നല്ല രീതിയിൽ. പിന്നെ സെക്കൻഡ് സെം ആകുമ്പോൾ കുറച്ചും കൂടെ നല്ല രീതിയിൽ മനസ്സിലാവും, എന്നാലും അത്യാവശ്യം ഈസിയാണ്. പിന്നെ ഒരു കാര്യം പറയാം, സെക്കൻഡ് സെമ്മിലെ മാത്സ് എന്ന് പറയുമ്പോൾ കുറച്ച് ഇക്വേഷൻസ് ഉണ്ട്, കുറച്ച് ഇക്വേഷൻസ് ആൻഡ് തിയറംസ് ഉണ്ട്. ആ തിയറവും ഇക്വേഷനും അങ്ങ് കാണാതെ പഠിച്ചു വെക്കുക. നമുക്ക് തരുന്ന പ്രോബ്ലംസിൽ നമ്മൾ പ്രോബ്ലംസ് ചെയ്യുന്ന ആ വാല്യൂസ് എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സോൾവ് ചെയ്യുക, അത്രേ ഉള്ളൂ. നമ്മുടെ സെക്കൻഡ് സെമ്മിലെ മിക്കവാറും ഉള്ള എല്ലാ മൊഡ്യൂൾസിലെ പ്രോബ്ലം അങ്ങനെയാണ്. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂളിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്ന വെലോസിറ്റി കണ്ടുപിടിക്കാൻ, സ്പീഡ് കണ്ടുപിടിക്കാൻ, ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ, ഇതെല്ലാം നമുക്കറിയാവുന്ന കാര്യമില്ലേ. ഇതൊക്കെ തന്നെയാണ് നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കുന്നത്. പിന്നെ കേൾ എന്തുവാ, ഡൈവേർജൻസ് എന്തുവാ, ലൈൻ ഇന്റഗ്രൽ എന്തുവാ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കൂടെ പഠിക്കുന്നത്. ഇനി സെക്കൻഡ് മൊഡ്യൂളിലാണ് ഞാൻ പറഞ്ഞ ഇക്വേഷൻസിന്റെ സാധനം വരുന്നത്. അതായത് അതിൽ 3 തിയറം ഉണ്ട് സെക്കൻഡ് മൊഡ്യൂൾ വരുന്നത്. ഗ്രീൻസ് തിയറം, ഡൈവേർജൻസ് തിയറം, സ്റ്റോക്സ് തിയറം. അപ്പൊ ഈ തിയറം പഠിക്കുക, ഈ തിയറത്തിനെ ബേസ് ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് വരും, ആ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുക. അതാണ് മാത്സിൽ സെക്കൻഡ് സെമ്മിലെ മാത്സിൽ മേജർ ആയിട്ട് വരുന്നത്. അതുപോലെ ബാക്കി മൊഡ്യൂൾസും വരും.
ഇനി ഉള്ള പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷൻ നേരത്തെ ലൈഫ് സ്കില്ല് പറഞ്ഞ പോലെ നമ്മുടെ എഞ്ചിനീയറിംഗ് ഒരു പ്രൊഫഷണലിന് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എന്തുമാത്രം ഇമ്പോർട്ടന്റ് ആണെന്ന് കാണിച്ചു തരുന്ന ഒരു സബ്ജക്റ്റ് ആണ് പ്രൊഫഷണൽ കമ്മ്യൂണിറ്റി. ജസ്റ്റ് പാസ് ഓഫ് പേജ് സബ്ജക്റ്റ് ആണ്. ആൻഡ് കൂടുതലും അതിൽ പ്രാക്ടിക്കൽ സെക്ഷൻസ് ആണ് കൂടുതലും പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷനിൽ വരുന്നത്. ആൻഡ് പിന്നെ പ്രോഗ്രാമിംഗ് ഇൻ സി എന്ന് പറയുന്നത് കോഡിങ്ങിനെ കുറിച്ച്, പ്രോഗ്രാമിംഗ് IT ഡിപ്പാർട്ട്മെന്റ്സിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ, IT ആൻഡ് കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് പ്രോഗ്രാമിംഗ് ഇൻ സി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് കുറച്ച് ബേസിക് ആയിട്ടുള്ള പ്രോഗ്രാമിംഗിൽ ബേസിക് ആയിട്ട് കുറച്ച് അറിയേണ്ട കാര്യങ്ങൾ, പിന്നെ array ഫംഗ്ഷൻ അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് പ്രോഗ്രാമിംഗ് ഇൻ സിയിൽ വരുന്നത്. പിന്നെ വരുന്ന അപ്പൊ നമ്മൾ 11 സബ്ജക്ട്സിനെ കുറിച്ച് ഒരു ഏകദേശം ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ തന്നു. ഇനി വരുന്നത് നമ്മുടെ ലാബ് ആൻഡ് വർക്ക്ഷോപ്പ്. ലാബ് എന്ന് പറയുമ്പോൾ എഞ്ചിനീയറിംഗ് ഫിസിക്സ് ലാബ് ഉണ്ട്, എഞ്ചിനീയറിംഗ് കെമിസ്ട്രി ലാബ് ഉണ്ട്. അതായത് ഫിസിക്സ് ലാബ് എനിക്ക് തോന്നുന്നു 8 എക്സ്പെരിമെന്റ് ആണെന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ഫിസിക്സ് ലാബിലും കെമിസ്ട്രി ലാബിലും ഈ എക്സ്പീരിയൻസ് ചെയ്യിക്കും. അതായത് നമ്മളിപ്പോ ഫിസിക്സ് ആണ് ഇപ്പോൾ ഫസ്റ്റ് സെമ്മില് പഠിക്കുന്നതെങ്കിൽ നമുക്ക് ഫിസിക്സ് ലാബ് ആയിരിക്കും. ആൻഡ് കെമിസ്ട്രി ആണ് ഫസ്റ്റ് സെമ്മിൽ പഠിക്കുന്നതെങ്കിൽ കെമിസ്ട്രി ആയിരിക്കും. അപ്പോൾ അതിന്റെ ബേസ് ചെയ്ത് ലാബ് നിങ്ങൾക്ക് മിസ് പറഞ്ഞു തരും, അത് നിങ്ങൾ പോയി ചെയ്യും. ആൻഡ് സിവിൽ ആൻഡ് മെക്കാനിക്കൽ വർക്ക്ഷോപ്സിലും അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സിലും അതുപോലെ തന്നെ നമ്മൾ പഠിക്കുന്ന തിയറി സബ്ജക്ട്സിന്റെ ബേസിൽ പോയി ലാബ് ചെയ്യും. ലാബ് അത്യാവശ്യം അതിന് ക്രെഡിറ്റ് ഉണ്ട്, ഒരു ക്രെഡിറ്റേ ഉള്ളൂ. അത് മിക്കവാറും എല്ലാവരും പാസ്സായി പോകുന്ന ഒരു ഇതാണ്. പിന്നെ ഇത്രയും നേരം ഞാൻ അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇതാണ് ടോട്ടൽ 15 സബ്ജക്ട്. ഇനി ഇത്രയും നേരം ക്രെഡിറ്റ് എന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ ഫസ്റ്റ് സെമസ്റ്ററിൽ നമുക്ക് ടോട്ടൽ കിട്ടുന്ന ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ 17 ക്രെഡിറ്റ് ആണ് ഫസ്റ്റ് സെമസ്റ്ററിൽ നമുക്ക് കിട്ടുന്നത്. ആൻഡ് സെക്കൻഡ് സെമസ്റ്റർ ആകുമ്പോൾ നമുക്ക് 21 ക്രെഡിറ്റ് കിട്ടും. ഓക്കെ, അതൊന്ന് നോട്ട് ചെയ്യുക. അതായത് നമുക്ക് ടോട്ടൽ ഈ ക്രെഡിറ്റ് എന്താണെന്നുള്ള ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഫോർത്ത് സെക്ഷനിൽ കുറച്ചും കൂടെ നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തു തരും അതിന്റെ ഇമ്പോർട്ടൻസ്. ഇപ്പൊ നിങ്ങൾ ജസ്റ്റ് ഇത്രയും ഓർത്തിരിക്കുക. ഫസ്റ്റ് സെമസ്റ്ററിൽ 17 ക്രെഡിറ്റ്, സെക്കൻഡ് സെമസ്റ്ററിൽ 21 ക്രെഡിറ്റ്. ആൻഡ് ഈ 17 + 21 38 ക്രെഡിറ്റ് നമുക്ക് ഫസ്റ്റ് ഇയറിൽ കിട്ടും. ഈ 38 ക്രെഡിറ്റില് നമ്മൾ S5 ആകും. അതായത് നമ്മുടെ തേർഡ് ഇയർ ആകുമ്പോഴത്തേക്ക് നമുക്ക് 26 ക്രെഡിറ്റ് S1ലും S2ലും കൂടെ വാങ്ങിയിരിക്കണം. എന്നുവെച്ചാൽ ഇപ്പൊ നിർത്താക്കി വെച്ച ഏതെങ്കിലും ഒരു 2-3 സബ്ജക്റ്റിന് നമുക്ക് കിട്ടിയില്ല, അതായത് നമുക്ക് സപ്ലി ആയി പോയി. അങ്ങനെയാണെങ്കിൽ നമ്മൾ S5ൽ എത്തുന്നതിന് മുമ്പ് അതെല്ലാം എഴുതിയെടുത്ത് കുറഞ്ഞത് ഒരു 26 ക്രെഡിറ്റ് എങ്കിലും ആക്കി എടുത്തിരിക്കണം, അല്ലെങ്കിൽ ഇയർ ബാക്ക് ആയി പോകും. അത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. അതായത് 26 ക്രെഡിറ്റ് വേണം, നമുക്ക് 38 വരെ കിട്ടാം. അപ്പൊ 1-2 സപ്ലി ആയാലും കുഴപ്പമില്ല, എന്നാലും 26 ക്രെഡിറ്റിന്റെ അകത്ത് നിർത്താൻ നോക്കണം. ഓക്കെ, അപ്പൊ ഇത്രേ ഉള്ളൂ ആദ്യത്തെ സെക്ഷൻ. ഇനി മാർക്കിംഗ് സെക്ഷനെ കുറിച്ച് മാളവിക എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും. മാളവിക. ഹലോ, കേൾക്കാമോ? എല്ലാവർക്കും കേൾക്കാമോ? ആടാ പറഞ്ഞു. ഹലോ, കേൾക്കാമോ? ആടാ കേൾക്കാം. കേൾക്കാം. ഹലോ, കേൾക്കാമോ? കേൾക്കാവോ? കേൾക്കാം. ആടാ കേൾക്കാം. വോയിസ് ബ്രേക്ക് ഉണ്ടോ? ഇല്ല, ക്ലിയർ ആണോ? ഓക്കെ. ഇവിടെ കുറച്ച് നെറ്റ് ഇഷ്യൂ ഉണ്ട്. അപ്പോ ബ്രേക്കോ എന്തെങ്കിലും ആവുകയാണെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് പറയണേ. ഓക്കെ. ഹലോ. ഓക്കെ. അപ്പോ എന്റെ പേര് മാളവിക, ഞാൻ സെക്കൻഡ് ഇയർ IT ആണ്. അപ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും വരികയാണെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് പറയണേ. അല്ലെങ്കിൽ നെറ്റ് പോയോ, എന്റെ നെറ്റിന് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് പറയണേ. അപ്പോ നമുക്ക് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ. ഹലോ, കേൾക്കാവൂല്ലേ? കേക്കാം ചേച്ചി. ഹലോ, ഞാൻ ഓഡിബിൾ ആണോ? കേക്കുന്നുണ്ട് ചേച്ചി, പറഞ്ഞോളൂ. കേക്കുന്നുണ്ട്. ഓക്കെ. അപ്പോ നമുക്ക് മാർക്ക് ഡിസ്ട്രിബ്യൂഷനെ പറ്റി നമുക്ക് പറയാം. അപ്പോ നിങ്ങൾക്ക് സീരീസ് എക്സാം, 2 സീരീസ് എക്സാമും പിന്നെ ഒരു എൻഡ് സെമിസ്റ്റർ എക്സാമും ആയിരിക്കും വരുന്നത്. അപ്പോൾ ഫൈനൽ യൂണിവേഴ്സിറ്റി നടത്തുന്ന ഒരു എക്സാം എക്സാമിന് നിങ്ങൾക്ക് 100 മാർക്ക്
മാർക്ക് ആയിരിക്കും. അതാണ് ഈ എൻഡ് സെമിസ്റ്റർ എക്സാം മാർക്സ് എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നത്. അപ്പം അതിൽ നിങ്ങൾക്ക് 100 മാർക്ക് ആയിരിക്കും. ലൈഫ് സ്കില്ലും പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷനും ഒഴിച്ച് ബാക്കി എല്ലാ സബ്ജക്റ്റിനും നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി നടത്തുന്ന ഫൈനൽ എക്സാംസ് ആണ്. ഇന്റേണൽസ് എന്ന് പറയുമ്പോൾ അതില് കുറെ ഡിവിഷൻസ് ഉണ്ട്. അതിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം അറ്റൻഡൻസ് 10 മാർക്കാണ് ഇന്റേണലിന്. പിന്നെ നമ്മുടെ സീരീസ് ഞാൻ പറഞ്ഞില്ലേ 2 സീരീസ് നടക്കും. അപ്പം അതിന്റെ ആവറേജ് എടുത്തിട്ട് അതിന്റെ ഒരു 25 മാർക്ക് കാണും. പിന്നെ അസൈൻമെന്റ്, പ്രോജക്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം കൂടി ചേർത്ത് ഒരു 15 മാർക്ക്. അങ്ങനെ ടോട്ടൽ 50 ആണ് നിങ്ങളുടെ ഇന്റേണൽ മാർക്സ് വരുന്നത്. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് അങ്ങനെ ടോട്ടൽ 150 മാർക്സ് ആണ് നിങ്ങളുടെ ലൈഫ് സ്കില്ലും പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷനും വെച്ച് ബാക്കി എല്ലാ സബ്ജക്റ്റിനും ടോട്ടൽ 150 മാർക്സ് ആണ്. അപ്പോ അതില് നിങ്ങൾക്ക് ഫൈനൽ എക്സാമിന് നിങ്ങൾ 100ല് മിനിമം അപ്പോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ആ ഒരു എക്സാം പാറ്റേൺ. ലൈഫ് സ്കില്ലിനും പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷനും അതിന്റെ ഒരു വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്. 50 ഇന്റേണലും 50 ഫൈനൽ എക്സാമുമാണ്. അപ്പൊ അങ്ങനെ മാളവിക ചെറിയ ബ്രേക്ക് ഉണ്ടേ. ഹലോ, കേക്കാവോ? ആടാ ഇപ്പം എടാ മിനിമം പറഞ്ഞ ഒന്നുകൂടെ പറയാവോ? അത് കേട്ടില്ല. ജസ്റ്റ് ആദ്യം പോലെ ഒന്നുകൂടെ പറയാവോ? ഓക്കെ, പറയാം. അപ്പൊ മിനിമം നമുക്ക് ഓക്കെ. അപ്പോ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങളുടെ ഫൈനൽ നമ്മുടെ സെമിസ്റ്റർ എക്സാമിന് യൂണിവേഴ്സിറ്റി നടത്തുന്ന എക്സാമിന് 100 മാർക്കിലായിരിക്കും. പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷനും ലൈഫ് സ്കില്ലും ഒഴിച്ച് ബാക്കി എല്ലാത്തിനും 100 മാർക്സിലായിരിക്കും നിങ്ങളുടെ ടോട്ടൽ സ്കോർ. പിന്നെ ഇന്റേണൽ മാർക്സ് ഉണ്ട്. ഇന്റേണൽ മാർക്സ് 50ലാണ് വരുന്നത്. അതിൽ എങ്ങനെയാ വരുന്നതെന്ന് വെച്ചാൽ അറ്റൻഡൻസിന് 10 മാർക്ക്. പിന്നെ നിങ്ങളുടെ ഞാൻ പറഞ്ഞില്ല സീരീസ് 2 എണ്ണം ഉണ്ടെന്ന്. അപ്പൊ സീരീസിന്റെ ആവറേജ് എടുത്തിട്ട് 2 എണ്ണത്തിന്റെ ആവറേജ് എടുത്തിട്ട് 25 മാർക്സ്. പിന്നെ അസൈൻമെന്റ്, പ്രോജക്ട് അതിനെല്ലാം കൂടി ഒരു 15 മാർക്ക്. അങ്ങനെ ടോട്ടൽ 50 ആണ് നിങ്ങളുടെ ഇന്റേണൽ മാർക്സ്. അങ്ങനെ ടോട്ടൽ മാർക്സ് എന്ന് പറയുമ്പോൾ ഇന്റേണൽ പ്ലസ് ഫൈനൽ എക്സാം 150 മാർക്സ് ആണ്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഫൈനൽ സെമിസ്റ്റർ എക്സാമിന് 100ല് പാസ് ആവുള്ളൂ ആ സബ്ജക്റ്റിന്. അപ്പൊ ക്ലിയർ ആയോ? ഇപ്പൊ വോയിസിന് കുഴപ്പമില്ലല്ലോ? മാളവിക ലാസ്റ്റ് പറഞ്ഞ കേട്ടില്ല. 100ല് ഓക്കെ. അപ്പോ 100ല് നിങ്ങൾക്ക് 40 മാർക്സ് മിനിമം വേണം ഫൈനൽ സെമിസ്റ്റർ എക്സാമിന്. ആൻഡ് 150ല് നിങ്ങളുടെ ഇന്റേണലും നിങ്ങളുടെ ഫൈനൽ സെമിസ്റ്റർ എക്സാമും കൂടി ചേർത്ത് 150ല് നിങ്ങൾക്ക് 75 മിനിമം വേണം പാസ് ആവാൻ വേണ്ടി. അപ്പൊ ക്ലിയർ ആയോ? ക്ലിയർ ആയി. ഹലോ, ക്ലിയർ ആയി. അപ്പോ നിങ്ങളുടെ ഒരു ഈ ലൈഫ് സ്കില്ലിനും പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷനും മാത്രം 50 ഇന്റേണലും 50 നിങ്ങളുടെ ഫൈനൽ സെമിസ്റ്റർ എക്സാമിനും ആയിരിക്കും. 100 മാർക്സേ ഉള്ളൂ ടോട്ടൽ. ബാക്കി എല്ലാത്തിനും 156 കെമിസ്ട്രി, മെക്കാനിക്സ്, ലീനിയർ ആൾജിബ്ര, വെക്ടർ കാൽക്കുലസ് ഇത്രയും സബ്ജക്ട്സിന്റെ ഒരു പാറ്റേൺ എങ്ങനെയാന്ന് വെച്ചാൽ പാർട്ട് എയില് 10 ക്വസ്റ്റ്യൻ കാണും. രണ്ട് ക്വസ്റ്റ്യൻ ഒരു മൊഡ്യൂളിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ വെച്ച് 10 ക്വസ്റ്റ്യൻ കാണും. അതിൽ നമ്മൾ എല്ലാം അറ്റംപ്റ്റ് ചെയ്യണം. ഓരോ ക്വസ്റ്റ്യനും 3 മാർക്കാണ്. അപ്പോൾ എല്ലാം അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് 30 മാർക്ക് കിട്ടും. പിന്നെ പാർട്ട് ബി സെക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് അതിലും 10 ക്വസ്റ്റ്യൻ കാണും. ഓരോ മൊഡ്യൂളിൽ നിന്നും 2 ക്വസ്റ്റ്യൻ വെച്ച് 10 ക്വസ്റ്റ്യൻ കാണും. അപ്പൊ അതിൽ നമ്മൾ ഏതെങ്കിലും 5 എണ്ണം ഓരോ മൊഡ്യൂളിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ വെച്ച് 5 എണ്ണം അറ്റംപ്റ്റ് ചെയ്താൽ മതി. അപ്പൊ ഓരോ ക്വസ്റ്റ്യനും 14 മാർക്കാണ്. നിങ്ങൾ 14 പേടിക്കണ്ട. 14 എന്ന് പറയുമ്പോഴത്തേക്ക് അപ്പൊ 14 മാർക്കിന്റെ 5 ക്വസ്റ്റ്യൻ. അപ്പൊ ടോട്ടൽ 70. അങ്ങനെ പാർട്ട് ചേച്ചി വോയിസ് ബ്രേക്ക് ആവുന്നു. ഓക്കെ, ക്ലിയർ ആയോ? പാറ്റേൺ മനസ്സിലായല്ലോ അല്ലേ? എങ്കിലും എടാ പകുതി ബ്രേക്ക് ആയിരുന്നേ.
എടാ ഡൗട്ട് ഉണ്ടോ? ഞാനൊന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഓക്കെ, അപ്പോ ഞാൻ വേണം ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. വിശ്വസിക്കുന്നു. അപ്പോ ഗ്രാഫിക്സിന്റെ ഒരു ഫൈനൽ എക്സാം പാറ്റേൺ എങ്ങനെയാണെന്ന് വെച്ചാൽ ടോട്ടൽ ക്വസ്റ്റ്യൻസ് 10 എണ്ണം കാണും. 2 എണ്ണം ഓരോ മൊഡ്യൂളിൽ നിന്നും. അതിൽ നിന്ന് നിങ്ങൾ 5 എണ്ണം എഴുതിയാൽ മതി. ഓരോ മൊഡ്യൂളിൽ നിന്നും ഓരോന്ന് വെച്ച് 5 എണ്ണം എഴുതിയാൽ മതി. അപ്പൊ ഓരോ ക്വസ്റ്റ്യനും ഹലോ ഓക്കെ ബ്രേക്ക് ആവുന്നുണ്ടല്ലേ? ഞാൻ ഓക്കെ ഹലോ കേക്കാവോ? ഇപ്പൊ ബ്രേക്ക് ആവുന്നുണ്ടോ? എടാ മാളവിക്ക് നല്ല ലാഗ് ഉണ്ടെന്ന് തോന്നുന്നേ. എടാ ഇപ്പം ബ്രേക്ക് ഇല്ല, നല്ല ഹലോ ബ്രേക്ക് ആവുന്നുണ്ടോ? ലാഗ് ഉണ്ട് നല്ല. എടാ ഞാൻ ഈ സെക്ഷൻ ഞാൻ എടുക്കാം, ഈ എൻ സെമസ്റ്റർ എക്സാമിന്റെ. ഓക്കെ ഓക്കെ ഓക്കെ. ആ എടാ എൻ സെമസ്റ്റർ എക്സാമിനേഷൻ പാറ്റേൺ എന്ന് പറയുമ്പോ ഓക്കെ കേറ്. ഓക്കെ. അപ്പോ ഈ എൻ സെമസ്റ്റർ എക്സാമിനേഷൻ എന്ന് വെച്ചാൽ ഈ ഫിസിക്സ്, കെമിസ്ട്രി, മെക്കാനിക്സ്, ലീനിയർ ആൽജിബ്ര ആൻഡ് വെക്ടർ കാൽക്കുലസ്, അതായത് മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, മെക്കാനിക്സ്, ഇത്രയും ഇതിലെന്ന് പറയുമ്പോൾ ഇത്രയും സബ്ജക്ട്സിന് ടോട്ടൽ ആദ്യം ഇതിനെ 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പാർട്ട് എ ആൻഡ് പാർട്ട് ബി. ഈ ക്വസ്റ്റ്യൻസിനെ പാർട്ട് എ ആൻഡ് പാർട്ട് ബി ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ 10 വെച്ചാണ് പോകുന്നത്. പാർട്ട് എയിൽ 10 ക്വസ്റ്റ്യൻ, പാർട്ട് ബിയിൽ 10 ക്വസ്റ്റ്യൻ. ഈ പാർട്ട് എയിലെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ കമ്പൽസറി ക്വസ്റ്റ്യൻ ആണ്, എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യണം. ആൻഡ് നമ്മുടെ 5 മൊഡ്യൂളിൽ നിന്നും 2 എണ്ണം വെച്ച് വരും. 5 മൊഡ്യൂളിൽ നിന്നും 2 എണ്ണം വെച്ച്, അങ്ങനെ ടോട്ടൽ 10 ക്വസ്റ്റ്യൻസ് നമ്മൾ പാർട്ട് എയിൽ അറ്റൻഡ് ചെയ്യണം. ആൻഡ് അതിന് 10 എണ്ണം അറ്റൻഡ്, ഓരോന്നിനും 3 മാർക്ക് വെച്ചായിരിക്കും ടോട്ടൽ. അങ്ങനെ 30 മാർക്ക് പാർട്ട് എയിൽ വരും. ആൻഡ് പാർട്ട് ബി വരുമ്പോൾ ഇതേപോലെ 10 ക്വസ്റ്റ്യൻ കാണും, 2 എണ്ണം വെച്ച് ഓരോ മൊഡ്യൂളിൽ. പക്ഷെ അതിൽ 5 എണ്ണം അറ്റൻഡ് ചെയ്താൽ മതി. നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള, ഇപ്പൊ ഫസ്റ്റ് മൊഡ്യൂളിൽ 2 ക്വസ്റ്റ്യൻ തരാണെങ്കിൽ അതിൽ നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഏതാണോ ആ ക്വസ്റ്റ്യൻ നമ്മൾ അറ്റൻഡ് ചെയ്താൽ മതി. 5 എണ്ണം അറ്റൻഡ് ചെയ്താൽ മതി. അതിൽ ഓരോത്തിനും 14 മാർക്കാണ്. ഈ 14 മാർക്ക് എന്ന് പറയുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കില്ല 14. ഈ 14 മാർക്ക് സ്പ്ലിറ്റ് ചെയ്ത് പോകും. അതായത് ചിലപ്പോൾ ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ പറയുകയാണെങ്കിൽ 11A എന്ന് പറയട്ടെ, 11ാമത്തെ ക്വസ്റ്റ്യൻ ആകുമ്പോൾ എ പാർട്ട് കാണും, ബി പാർട്ട് കാണും. എ പാർട്ടിന് 7 മാർക്ക്, ബി പാർട്ടിന് 7 മാർക്ക്, അങ്ങനെ സ്പ്ലിറ്റ് ചെയ്തായിരിക്കും ഒരു ക്വസ്റ്റ്യന് 14 മാർക്ക് വരുന്നത്. അങ്ങനെ ടോട്ടൽ പാർട്ട് ബിന്ന് 70 മാർക്ക് വരും. പാർട്ട് എയിൽ 10 ക്വസ്റ്റ്യൻ, ഓരോ മൊഡ്യൂളിൽ നിന്നും 2 എണ്ണം വെച്ച് 10 എണ്ണം അറ്റൻഡ് ചെയ്യണം. അങ്ങനെ ടോട്ടൽ 30 മാർക്ക്, ഓരോന്നിനും 3 മാർക്ക് വെച്ച്. പാർട്ട് ബി എന്ന് പറയുമ്പോൾ ഓരോ മൊഡ്യൂളിലും 2 ക്വസ്റ്റ്യൻ വെച്ച് 5 എണ്ണം, ഏതെങ്കിലും 5 എണ്ണം അല്ല, ഓരോ മൊഡ്യൂളിൽ നിന്ന് 2 എണ്ണത്തിൽ ഓരോത് വെച്ച് അങ്ങനെ 5 എണ്ണം അറ്റൻഡ് ചെയ്യുക. 14 മാർക്കാണ് ഒരു ക്വസ്റ്റ്യന്. അങ്ങനെ 5 എണ്ണം ആകുമ്പോൾ 70 മാർക്ക്, അങ്ങനെ ടോട്ടൽ 100 മാർക്ക്. അതാണ് ഫിസിക്സ്, കെമിസ്ട്രി, മെക്കാനിക്സ്, മാത്സ് ആ ഇത്രയും സബ്ജക്ട്സിന് വരുന്നത്. ഇനി ഗ്രാഫിക്സ് വരുമ്പോഴത്തേക്കുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഗ്രാഫിക്സിന്റെ കാര്യത്തിലുള്ള ഡിഫറൻസ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഗ്രാഫിക്സ് 5 മൊഡ്യൂൾ ഉണ്ട്. ഈ 5 മൊഡ്യൂളിലും ഓരോ മൊഡ്യൂളിലും 2 ക്വസ്റ്റ്യൻ വെച്ച് തരും. ഈ 2 ക്വസ്റ്റ്യൻസിൽ ഏതെങ്കിലും ഒരെണ്ണം അറ്റൻഡ് ചെയ്താൽ മതി. പക്ഷെ നമ്മുടെ പ്രോബ്ലം ഇവിടെ വരുന്നതെന്ന് വെച്ചാൽ ആ ഒരു ക്വസ്റ്റ്യന് 20 മാർക്കായിരിക്കും. അതായത് ഒരു മൊഡ്യൂളിലെ ഒരു ക്വസ്റ്റ്യന് 20 മാർക്കായിരിക്കും വരുന്നത്. ആ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ 20 മാർക്ക് പോയി. അതാണ് ഈ ഗ്രാഫിക്സിന്റെ കാര്യത്തിൽ ഒരു ചെറിയ പ്രോബ്ലം വരുന്നതെന്ന് വെച്ചാൽ. അതായത് നമുക്ക് ഓരോ മൊഡ്യൂളിലും 2 ക്വസ്റ്റ്യൻ വെച്ച് വരും. ആ 2 ക്വസ്റ്റ്യനിൽ ഓരോന്ന് വെച്ച് അറ്റൻഡ് ചെയ്താൽ മതി. അങ്ങനെ ടോട്ടൽ 5 എണ്ണം അറ്റൻഡ് ചെയ്യുക. ആ ഒരെണ്ണത്തിന് 20 മാർക്ക് വരും. അങ്ങനെ ടോട്ടൽ 100 അങ്ങനെയാണ് വരുന്നത്. ഇതിനെ പോലെ നമ്മൾ സേഫ് അല്ല. ഇതിലെന്ന് വെച്ചാൽ ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ തെറ്റിയാലും കുഴപ്പമില്ല, 3 മാർക്ക് പോയി. ഇപ്പൊ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ തെറ്റിയാലും ഒരു പാർട്ട് തെറ്റിയാലും കുഴപ്പമില്ല, അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം. പക്ഷെ ഇവിടെ എന്ന് വെച്ചാൽ ഒരു ക്വസ്റ്റ്യൻ തെറ്റിയ ടോട്ടൽ നമുക്ക് 20 മാർക്ക് പോയി. അതുകൊണ്ട് ഇവിടെ നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കേണ്ട ഒരു പോർഷനാണ് ഇവിടെ വരുന്നത്. അപ്പോ ഇനി BCME BEEE എന്ന് പറയുമ്പോൾ പാർട്ട് എയിൽ 5 ക്വസ്റ്റ്യൻ കാണും, 5 എണ്ണം അറ്റൻഡ് ചെയ്യണം. ഓരോ ക്വസ്റ്റ്യനും 4 മാർക്ക് വെച്ച്. BCMEയിലും BEEE. ഇനി പാർട്ട് ബിയിൽ 6 ക്വസ്റ്റ്യൻ കാണും. 6 ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഓരോ മൊഡ്യൂളിൽ നിന്നും 2 എണ്ണം വെച്ച്. അങ്ങനെ 3 എണ്ണം അറ്റൻഡ് ചെയ്താൽ മതി. ഓരോ മൊഡ്യൂളിൽ നിന്ന് 2 എണ്ണം വെച്ച് 3 എണ്ണം അറ്റൻഡ് ചെയ്താൽ മതി. ഓരോന്നിനും 10 മാർക്ക് വെച്ച് ടോട്ടൽ. അങ്ങനെ ടോട്ടൽ അവിടെ 50 മാർക്ക്. ഈ 50 മാർക്ക് എന്ന് വെച്ചാൽ സിവിൽ പോർഷനാണ് ഇങ്ങനെ ഒരു സ്പെസിഫിക്. അതേപോലെ ടെക്സ്റ്റ് പോർഷനും കാണും. ആദ്യം സിവിൽ പോർഷന്റെ ക്വസ്റ്റ്യൻസ്. സിവിൽ പോർഷന്റെ ക്വസ്റ്റ്യൻസിൽ 5 ക്വസ്റ്റ്യൻ, എ പാർട്ടിൽ 5 ക്വസ്റ്റ്യൻ, 5 ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യണം. ഓരോ ക്വസ്റ്റ്യനും 4 മാർക്ക് വെച്ച് ടോട്ടൽ 20 മാർക്ക്. ബി പാർട്ടിൽ 6 ക്വസ്റ്റ്യൻ, 6 ക്വസ്റ്റ്യനിൽ 3 എണ്ണം അറ്റൻഡ് ചെയ്താൽ മതി. ഈ 3 എണ്ണത്തിന് ഓരോന്നിനും 10 മാർക്ക് വെച്ച് ടോട്ടൽ 30. അങ്ങനെ ടോട്ടൽ 50 സിവിൽ പാർട്ടിൽ. അതേപോലെ മെക്ക് പാർട്ടിന് അതേ സെയിം പാറ്റേൺ തന്നെയാണ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് വരുമ്പോഴത്തേക്ക്. സിവിലിന് 50,
സിവിൽ നമ്പർ മെക്ക് നമ്പർ ടോട്ടൽ BCMക്ക് 100, ഇലക്ട്രിക്കൽ നമ്പർ ഇലക്ട്രോണിക്സ് നമ്പർ ടോട്ടൽ BCMക്ക് BEEക്ക് 100. മാളവിക വന്നോ? ഹലോ ഹലോ കേക്കാവോ? ഇപ്പൊ ലാഗ് ഉണ്ടോ? ഹലോ കേക്കാവോ? ഇല്ലടാ ലാഗില്ല, കേൾക്കാം. അപ്പൊ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് പറയാ. എന്റെ നെറ്റിന് ഇവിടെ നല്ല ഇടിയൊക്കെ ആയതുകൊണ്ട് കുറച്ച് സീനാണ്, അപ്പൊ അതാ പ്രശ്നം. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് പറയാം. ഇല്ലല്ലോ അല്ലേ? കണ്ടിന്യൂ ചെയ്യാലോ? ഓക്കെ. അപ്പോ അടുത്ത നമുക്ക് ഓരോ സബ്ജക്റ്റ് ആയിട്ട് നോക്കാം. എത്ര മൊഡ്യൂൾ ഉണ്ട് എന്നുള്ളത് നമുക്ക് സബ്ജക്റ്റ് ആയിട്ട് നോക്കാം. മീനു നെക്സ്റ്റ് സ്ലൈഡ്. ഓക്കെ. അപ്പോ ഫസ്റ്റ് സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ ലീനിയർ ആൾജിബ്ര ആൻഡ് കാൽക്കുലസ്. അതെന്ന് പറയുമ്പോൾ എല്ലാ ബ്രാഞ്ചുകാർക്കും കോമൺ ആയിട്ട് ഫസ്റ്റ് സെമിസ്റ്ററിൽ പഠിക്കാനുള്ള ഒരു സബ്ജക്റ്റ് ആണ് ലീനിയർ ആൾജിബ്ര ആൻഡ് കാൽക്കുലസ്. അത് ബേസിക്കലി നമ്മുടെ മാത്സ് തന്നെയാണ്, വേറെ വ്യത്യാസമൊന്നുമില്ല. അപ്പോ മൊഡ്യൂൾ നമ്പർ 1 അതില് 5 മൊഡ്യൂൾ ആണുള്ളത്. അപ്പൊ അതില് ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ ലീനിയർ ആൾജിബ്ര. അത് നിങ്ങളിപ്പോ ഓൾറെഡി പഠിക്കാൻ തുടങ്ങി കാണും എല്ലാ ബ്രാഞ്ചുകാരും. അതില് കുറെ ലീനിയർ ഇക്വേഷൻസിനെ കുറിച്ചും പിന്നെ മെട്രിക്സിന്റെ ഡയഗണലൈസേഷൻ, പിന്നെ കുറെ ഐഗൺ വാല്യൂ, മെട്രിക്സും ലീനിയർ ഇക്വേഷനെ കുറിച്ചുമാണ് ബേസിക്കലി ആ ചാപ്റ്റർ മൊത്തം. മെട്രിക്സിന്റെ കുറെ പ്രോപ്പർട്ടീസും കുറെ ഓപ്പറേഷൻസും ഒക്കെ നമ്മൾ ആ മൊഡ്യൂളിൽ പഠിക്കുന്നു. സെക്കൻഡ് മൊഡ്യൂൾ എന്ന് പറയുമ്പോൾ ഡിഫറൻസിയേഷൻ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, നമ്മള് 12th പഠിച്ച സാധനം തന്നെയാണ്. ആ മൊഡ്യൂളിൽ വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഓരോ ഏരിയയും വോളിയം ഒക്കെ ഡിഫറൻസിയേഷൻ ചെയ്യുക. പിന്നെ ലോക്കൽ മിനിമ, മാക്സിമ, നമ്മൾ അതൊക്കെ കേട്ടിട്ടുള്ള സാധനം, 12th പഠിച്ചിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ്. ലോക്കൽ മിനിമ, ലോക്കൽ മാക്സിമ, അബ്സല്യൂട്ട് മിനിമ, അബ്സല്യൂട്ട് മാക്സിമ, അങ്ങനെ നമ്മൾ 12th പഠിച്ചിട്ടുള്ള കുറെ ഡിഫറൻസിയേഷന്റെ പ്രോപ്പർട്ടീസും അത് വെച്ചുള്ള ക്വസ്റ്റ്യൻസും ഒക്കെ ആയിരിക്കും ആ മൊഡ്യൂളിൽ ഉള്ളത്. പിന്നെ തേർഡ് മൊഡ്യൂൾ എന്ന് പറയുമ്പോൾ ഇന്റഗ്രേഷൻ, മൾട്ടി വേരിയബിൾ കാൽക്കുലസ് ഇന്റഗ്രേഷൻ ആണ്. ഇന്റഗ്രേഷൻ എന്ന് പറയുമ്പോൾ അതില് ഇന്റഗ്രേഷന്റെ കുറെ സാധനങ്ങൾ കാണും. ഡബിൾ ഇന്റഗ്രൽ, ട്രിപ്പിൾ ഇന്റഗ്രൽ, പിന്നെ അത് വെച്ചിട്ടുള്ള ആപ്ലിക്കേഷൻ ലെവൽ പ്രോബ്ലംസ് കാണും. ഇന്റഗ്രേഷന്റെ ആപ്ലിക്കേഷൻ ലെവൽ പ്രോബ്ലംസ് കാണും. പിന്നെ ഏരിയയും വോളിയം ഒക്കെ ഇന്റഗ്രേഷൻ വഴി കണ്ടുപിടിക്കേണ്ട കുറെ ക്വസ്റ്റ്യൻസ്. അങ്ങനെ മൊത്തത്തിൽ ഒരു ഇന്റഗ്രേഷന്റെ ചാപ്റ്റർ ആണ്. നമ്മൾ ഓൾറെഡി 12th കുറെ അതൊക്കെ പഠിച്ചിട്ടുള്ള സാധനം തന്നെയാണ്. പിന്നെ നാലാമത്തെ മൊഡ്യൂൾ എന്ന് പറയുമ്പോൾ സീക്വൻസസ് ആൻഡ് സീരീസ്. അതില് ജോമെട്രിക് സീരീസ്, പി സീരീസ്, പിന്നെ കുറെ ആ സീരീസിന്റെ തന്നെ കുറെ ടെസ്റ്റ്, അതൊക്കെ ആ സീരീസിന്റെ ടെസ്റ്റ് അതൊക്കെയാണ് നമ്മൾ ആ മൊഡ്യൂളിൽ പഠിക്കുന്നത്. പിന്നെ ഫിഫ്ത്ത് മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ സീരീസ് റെപ്രസെന്റേഷൻ ഓഫ് ഫങ്ഷൻസ്. അതില് കുറെ നമ്മള് ഫോറിയർ സീരീസ്, ടെയ്ലർ സീരീസ്, ബൈനോമിയൽ സീരീസ്, അങ്ങനെ കുറെ സീരീസിന്റെ ഇക്വേഷൻസ് ഒക്കെ കാണും. അത് അപ്ലൈ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും അതിലുള്ളത്. എനിക്കിപ്പോ മൊത്തത്തിൽ കുറെ എക്സ്പ്ലെയിൻ ചെയ്യാൻ സമയമില്ല, അപ്പോൾ ഞാനൊരു ബ്രീഫ് ഓവർവ്യൂ ആണ് തരുന്നത്. എല്ലാ മൊഡ്യൂളിലും എന്തൊക്കെയാണെന്നുള്ള ഒരു ജസ്റ്റ് ഓവർവ്യൂ ആണ് തരുന്നത്. എന്നെ കേൾക്കാമല്ലോ അല്ലേ? ബ്രേക്ക് ഇല്ലല്ലോ അല്ലേ? ഇല്ല, കേൾക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയണേ. ഓക്കെ. അപ്പോ നമുക്ക് നെക്സ്റ്റ് സബ്ജക്റ്റിലോട്ട് പോവാം. ഇതിപ്പോ ലീനിയർ ആൾജിബ്ര ആൻഡ് കാൽക്കുലസ് കഴിഞ്ഞു. നിങ്ങൾക്ക് ഒരു ഓവർവ്യൂ കിട്ടി കാണുമല്ലോ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലോട്ട് പോവാം. നെക്സ്റ്റ് സ്ലൈഡ്. ഓക്കെ. ഇത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, എഞ്ചിനീയറിംഗ് ഫിസിക്സ് എ ഫോർ സർക്യൂട്ട് ബ്രാഞ്ചസ്. മീനു ആദ്യം തന്നെ പറഞ്ഞായിരുന്നു, സർക്യൂട്ട് ബ്രാഞ്ചസ് എന്ന് പറയുമ്പോൾ ട്രിപ്പിളി, IT, EC ഈ 3 ബ്രാഞ്ചസും പഠിക്കുന്ന ഫിസിക്സ് ആണ് ഈ എഞ്ചിനീയറിംഗ് ഫിസിക്സ് എ എന്ന് പറഞ്ഞ. സർക്യൂട്ട് ബ്രാഞ്ചസ് ആയിട്ടുള്ള ട്രിപ്പിളി, IT, EC ഈ 3 ബ്രാഞ്ചസ് ആണ് എഞ്ചിനീയറിംഗ് ഫിസിക്സ് എ പഠിക്കുന്നത്. അപ്പോൾ അതില് വരുന്ന മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ 5 മൊഡ്യൂൾസ് ആണ് വരുന്നത്. ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഓസിലേഷൻ ആൻഡ് വേവ്. അതിൽ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുമ്പോൾ ഓസിലേഷൻസ് ആയിരിക്കും. ഓസിലേഷൻസ് ഒക്കെ നിങ്ങൾ ഓൾറെഡി 12th പഠിച്ച സാധനം തന്നെയായിരിക്കും. ഹാർമോണിക് ഓസിലേഷൻസ്, ഫോഴ്സ്ഡ് ഓസിലേഷൻസ്,
പിന്നെ ഡാംഡ് ഓസിലേഷൻസ്, അങ്ങനെ ഓസിലേഷൻസിനെ കുറിച്ച്, പിന്നെ ഓവർ ഡാംഡ്, ക്രിറ്റിക്കലി ഡാംഡ്, അങ്ങനെ ഓസിലേഷൻസിനെ കുറിച്ചായിരിക്കും ഫസ്റ്റ് പഠിക്കുന്നത്. പിന്നെ പഠിക്കുന്നതാണ് വേവിനെ കുറിച്ച്. വേവിന്റെ മോഷൻസ്, പിന്നെ വേവിന്റെ പ്രോപ്പർട്ടീസ്, അതൊക്കെ നമ്മൾ ആ ചാപ്റ്ററിൽ ആ ഒരു മൊഡ്യൂളിൽ ഡീൽ ചെയ്യുന്നു. പിന്നെ സെക്കൻഡ് മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ വേവ് ഒപ്റ്റിക്സ് ആണ്. വേവ് ഒപ്റ്റിക്സ് എന്ന് പറയുമ്പോൾ അതിൽ വേവിന്റെ പ്രോപ്പർട്ടീസ് ആയിട്ടുള്ള വേവിന്റെ പ്രോപ്പർട്ടീസ് ആയിട്ടുള്ള ഇന്റർഫറൻസ്, ഡിഫ്രാക്ഷൻ, അതൊക്കെയാണ് അതിൽ വരുന്നത്. ഇന്റർഫറൻസ് നിങ്ങൾക്ക് അറിയാവുന്ന സാധനം തന്നെയായിരിക്കും. ഇന്റർഫറൻസ്, ഡിഫ്രാക്ഷൻ, അതൊക്കെയാണ് ആ സെക്കൻഡ് മൊഡ്യൂളിൽ വരുന്നത്. തേർഡ് മൊഡ്യൂൾ എന്ന് പറയുമ്പോൾ ക്വാണ്ടം മെക്കാനിക്സ് ആൻഡ് നാനോ ടെക്നോളജി. ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ആറ്റമും സബറ്റോമിക് പാർട്ടിക്കിൾസിന്റെ ഒക്കെ പ്രോപ്പർട്ടീസിനെ കുറിച്ചൊക്കെ ആയിരിക്കും ആ ഒരു ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പഠിക്കുന്നത്. നമ്മൾ കുറെ ക്വാണ്ടം മെക്കാനിക്സിനെ കുറിച്ച്, പിന്നെ കുറെ അതിന്റെ ആപ്ലിക്കേഷൻസിനെ കുറിച്ച്, അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ അതിൽ പഠിക്കും. പിന്നെ നാനോ ടെക്നോളജി അറിയാലോ, നാനോ പാർട്ടിക്കിൾസിനെ കുറിച്ച്, പിന്നെ അതിന്റെ ആപ്ലിക്കേഷൻസിനെ കുറിച്ച് ഒക്കെ നമ്മൾ ആ ചാപ്റ്ററിൽ പഠിക്കും. പിന്നെ ഫോർത്ത് മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിസം ആൻഡ് ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി. മാഗ്നറ്റിസം നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം, മാഗ്നറ്റിക് ഫീൽഡ്, അതിനെ കുറിച്ചായിരിക്കും. പിന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി എന്ന് പറയുമ്പോൾ നമ്മുടെ EM വേവ്സിനെ കുറിച്ച്, പിന്നെ കുറെ ഇക്വേഷൻസ് കാണും. അപ്പം ഇലക്ട്രോ മാഗ്നറ്റിക് തിയറിയെ കുറിച്ച് കുറെ, പിന്നെ അതൊക്കെ, പിന്നെ നമ്മുടെ കേൾസ്, ഗ്രേഡിയന്റ് ഫംഗ്ഷൻ, അങ്ങനെ കുറെ ഫംഗ്ഷൻസിനെ കുറിച്ചൊക്കെ നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് തിയറിയിൽ പഠിക്കും. ഫിഫ്ത്ത് മൊഡ്യൂൾ എന്ന് പറയുമ്പോൾ സൂപ്പർ കണ്ടക്ടിവിറ്റി ആൻഡ് ഫോട്ടോണിക്സ്. അതെന്ന് പറയുമ്പോൾ സൂപ്പർ കണ്ടക്ടിവിറ്റിയുടെ ആ ഫിനോമിനയെ കുറിച്ചും, പിന്നെ നമ്മുടെ അതിന്റെ പ്രോപ്പർട്ടീസും, പിന്നെ കുറെ അതിന്റെ പ്രോപ്പർട്ടീസ്, പിന്നെ അതിന്റെ ആപ്ലിക്കേഷൻസ്. പിന്നെ ഫോട്ടോണിക്സ് എന്ന് പറയുമ്പോൾ ലൈറ്റിനെ കുറിച്ച്, ലൈറ്റിന്റെ ഡിഫറെന്റ് പ്രോപ്പർട്ടീസിനെ കുറിച്ചും, പിന്നെ അതിന്റെ ആപ്ലിക്കേഷനെ കുറിച്ചും ഒക്കെ നമ്മൾ അതിൽ പഠിക്കും. അപ്പം ഇതൊരു ഓവർവ്യൂ, നമുക്ക് മൊത്തം ഇതെങ്ങനെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. ജസ്റ്റ് എല്ലാ മൊഡ്യൂളിലും എന്തൊക്കെയാണെന്നുള്ള ജസ്റ്റ് ഒരു ഓവർവ്യൂ ആണ് തരുന്നത്. ഇത് ഈ ഫിസിക്സ് എ എന്ന് പറഞ്ഞാൽ EC, ട്രിപ്പിൾ ഇ ആൻഡ് IT ആയിരിക്കും പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലോട്ട് പോവാം. ആരും റേസ്ഡ് ഹാൻഡ് ചെയ്തു. ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആരും റേസ് ചെയ്തു ഹാൻഡ്? ഓക്കെ, ഇല്ലെന്ന് തോന്നുന്നു. നമുക്ക് എഞ്ചിനീയറിംഗ് ഫിസിക്സ് ബിയിലോട്ട് പോവാം. അത് എഞ്ചിനീയറിംഗ് ഫിസിക്സ് ബി പഠിക്കുന്നതെന്ന് വെച്ചാൽ നോൺ സർക്യൂട്ട് ബ്രാഞ്ചസ് ആണ്. നോൺ സർക്യൂട്ട് ബ്രാഞ്ചസ് എന്ന് പറയുമ്പോൾ സിവിലും മെക്കുകാരും പഠിക്കുന്ന ഫിസിക്സിനെയാണ് നമ്മൾ ഫിസിക്സ് ബി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇത് നോക്കുമ്പോൾ തന്നെ അറിയാം, മൊഡ്യൂൾസ് എല്ലാം ഒരുവിധം ആദ്യത്തെ 3 സെയിം ആണ്, ഒരു വ്യത്യാസമില്ല. സെയിം മൊഡ്യൂളാണ് ആദ്യത്തെ 3 ഓസിലേഷൻസ് ആൻഡ് വേവ് ഒപ്റ്റിക്സും ക്വാണ്ടം മെക്കാനിക്സ് ആൻഡ് നാനോ ടെക്നോളജി. ഈ 3 മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ സെയിം ആണ്, ഒരു വ്യത്യാസവും ഇല്ല. പിന്നെ ഡിഫറൻസ് വരുന്നത് ഫോർത്ത് ആൻഡ് ഫിഫ്ത്ത് മൊഡ്യൂളിലാണ് ഡിഫറൻസ് വരുന്നത്. ഫോർത്ത് മൊഡ്യൂളിൽ അക്വസ്റ്റിക്സ് ആൻഡ് അൾട്രാസോണിക്സ്, സൗണ്ടിനെ കുറിച്ചും, അൾട്രാസോണിക് സൗണ്ട്, അങ്ങനെ ഡിഫറെന്റ് ഫോംസ് ഓഫ് സൗണ്ടിനെ കുറിച്ചും ഒക്കെ അതിന്റെ ആപ്ലിക്കേഷൻ, അതൊക്കെ ആയിരിക്കും ആ ഫോർത്ത് മൊഡ്യൂളിൽ പഠിക്കുന്നത്. ഫിഫ്ത്ത് മൊഡ്യൂളിൽ എന്ന് പറഞ്ഞാൽ ലേസർ, നമ്മുടെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലേസേഴ്സ്, പിന്നെ ഫൈബർ ഒപ്റ്റിക്സ് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഫൈബർ ഒപ്റ്റിക്സ്, പിന്നെ അതിന്റെ ഫൈബർ ഒപ്റ്റിക്സ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, അങ്ങനെ ഫൈബർ ഒപ്റ്റിക്സിന്റെ ഡിഫറെന്റ് ടൈപ്സ്, ആപ്ലിക്കേഷൻസ്, അങ്ങനെയുള്ള അതൊക്കെ ആയിരിക്കും ഫിഫ്ത്ത് മൊഡ്യൂളിൽ നിങ്ങൾ പഠിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇത് കണ്ടാലേ അറിയാം, ഫസ്റ്റ് 3 മൊഡ്യൂൾസ് സെയിം ആണ്. ആകെ ഫോർത്തും ഫിഫ്ത്തും മാത്രമേ ഒരു ഡിഫറൻസ് ഉള്ളൂ, ബാക്കിയെല്ലാം സെയിം ആണ്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഒന്നും വരാൻ ചാൻസ് ഇല്ല. ജസ്റ്റ് ഞാൻ ഒരു ഓവർവ്യൂ പറഞ്ഞു പോവാണ് എല്ലാ മൊഡ്യൂളിന്റെയും. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലോട്ട് പോവാം. ഓക്കെ, അപ്പോൾ എഞ്ചിനീയറിംഗ് കെമിസ്ട്രി, ഇത് നമ്മൾ പഠിക്കുന്ന കെമിസ്ട്രി തന്നെയാണ്. ചെറിയ 1-2 ചാപ്റ്റേഴ്സിൽ കുറച്ചും കൂടി ഒരു റിഫൈൻഡ് വേർഷൻ ആണെന്നേ ഉള്ളൂ. നമ്മൾ 12th പഠിച്ചത് തന്നെയാണ്. 1-2 ചാപ്റ്റർ മാത്രമേ നിങ്ങൾക്ക് പുതിയതായിട്ട് കാണുള്ളൂ, ബാക്കിയെല്ലാം നിങ്ങൾ ഓൾറെഡി പഠിച്ച സാധനങ്ങൾ തന്നെയായിരിക്കും. ഇതിലും 5 മൊഡ്യൂളാണ് ഉള്ളത്. ഫസ്റ്റ് മൊഡ്യൂള് ഇലക്ട്രോ കെമിസ്ട്രി ആൻഡ് കൊറോഷൻ.
കേൾക്കാൻ പറ്റുന്നില്ലേ? എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടോ? ഇല്ല, കേക്കാം. കേൾക്കാൻ ഓക്കെ ഓക്കെ. അപ്പോ ഇലക്ട്രോ കെമിസ്ട്രി ഫസ്റ്റ് 5 മൊഡ്യൂളാണ് കെമിസ്ട്രിയിലും ഉള്ളത്. അതില് ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോ കെമിസ്ട്രി ആൻഡ് കൊറോഷൻ. അത് ഇലക്ട്രോ കെമിസ്ട്രി ഇലക്ട്രോ കെമിസ്ട്രിയിൽ വരുന്നതെന്ന് പറഞ്ഞാൽ ഇലക്ട്രോലിറ്റിക് സെല്ല്, ഇലക്ട്രോ കെമിക്കൽ സെല്ല്, ഡാനിയൽ സെല്ല്. നമ്മൾ ഓൾറെഡി ഇലക്ട്രോഡ്സിനൊക്കെ കുറിച്ച് പഠിച്ചിട്ടില്ലേ 12th? അതൊക്കെയാണ് ഇലക്ട്രോ കെമിസ്ട്രിയിൽ വരുന്നത്. പിന്നെ കൊറോഷൻ നമുക്ക് കുറയ്ക്കാൻ പറ്റുന്ന ഡിഫറെന്റ് മെത്തേഡ്സ്, അതൊക്കെയാണ് ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്നത്. സെക്കൻഡ് മൊഡ്യൂളാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് കുറച്ച് പുതിയതായിട്ട് തോന്നുന്ന ഒരു മൊഡ്യൂളാണ് സെക്കൻഡ് മൊഡ്യൂൾ. കാരണം അതിൽ സ്പെക്ട്രോസ്കോപ്പിക് ടെക്നിക് ആൻഡ് ആപ്ലിക്കേഷൻസ് എന്നാണ് ആ മൊഡ്യൂളിന്റെ പേര്. അപ്പം അതിൽ വരുന്നതെന്ന് വെച്ചാൽ നമ്മളെ UV സ്പെക്ട്രോസ്കോപ്പി, പിന്നെ HNMR സ്പെക്ട്രോസ്കോപ്പി, IR സ്പെക്ട്രോസ്കോപ്പി, നമ്മുടെ സ്പെക്ട്രം വെച്ചിട്ടുള്ള ബേസിക് സ്പെക്ട്രം ഇല്ലേ, അത് വെച്ചിട്ടുള്ള കുറെ സ്പെക്ട്രോസ്കോപ്പി നമ്മൾ പഠിക്കും. അപ്പൊ അതാണ് കുറച്ച് പുതിയതായിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതും കുറെ തിയറിയാണത്. തിയറി ഒരു മൊഡ്യൂളാണത്. അതാണ് നിങ്ങൾ പുതിയതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്. ബാക്കി ഒരുവിധം എല്ലാം നിങ്ങൾ 12th പഠിച്ചൊരു സാധനം തന്നെ ആയിരിക്കും. ഓക്കെ. അപ്പോ തേർഡ് മൊഡ്യൂൾ എന്ന് പറയുമ്പോൾ ഇൻസ്ട്രുമെന്റൽ മെത്തേഡ്സ് ആൻഡ് നാനോ മെറ്റീരിയൽസ്. അതെന്ന് പറയുമ്പോൾ നമ്മൾക്കൊരു കോമ്പൗണ്ടിന്റെ അനാലിസിസ്, നമ്മളൊരു ഇപ്പൊ എത്ര അളവിന് ഒരു സാധനമുണ്ട്, എത്ര അളവിന് വേറൊരു സാധനമുണ്ട്, അപ്പൊ അങ്ങനെയുള്ള ഒരു കോമ്പൗണ്ടിന്റെ അനാലിസിസ് ഒക്കെ ആയിരിക്കും നമ്മൾ ഇൻസ്ട്രുമെന്റൽ മെത്തേഡ്സിൽ പഠിക്കുന്നത്. പിന്നെ നാനോ മെറ്റീരിയൽസ് നിങ്ങൾക്ക് അറിയായിരിക്കും, നാനോ പാർട്ടിക്കിൾസിനെ കുറിച്ചും അതിന്റെ ആപ്ലിക്കേഷൻസ് അങ്ങനെയുള്ളതായിരിക്കും അതിൽ ഡീൽ ആവുന്നത്. പിന്നെ ഉള്ളത് ഫോർത്ത് മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ സ്റ്റീരിയോ കെമിസ്ട്രി ആൻഡ് പോളിമർ കെമിസ്ട്രി. സ്റ്റീരിയോ കെമിസ്ട്രി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം, നിങ്ങൾ ഓൾറെഡി 12th പഠിച്ചതാണ്. ഐസോമറിസം, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഐസോമറിസം, പിന്നെ അതിന്റെ വെച്ചിട്ടുള്ള കോമ്പൗണ്ടിനെ നമ്മൾ വരയ്ക്കുക, അതൊക്കെ കെമിസ്ട്രിയിലുള്ളത് നമ്മൾ ഓൾറെഡി പറയാണ്. പിന്നെ പോളിമർ കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് പോളിമേഴ്സ് ഇല്ലേ, നമ്മൾ ഓൾറെഡി 12th പഠിച്ച പോളിമർ എന്ന് പറഞ്ഞ ചാപ്റ്റർ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അത് തന്നെയാണ് ഇത്. ആ പോളിമറിനെ കുറിച്ചൊക്കെ പഠിക്കുന്നതാണ് പോളിമർ കെമിസ്ട്രി. പിന്നെ 5th ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ വാട്ടർ കെമിസ്ട്രി ആൻഡ് സ്വീവേജ് ട്രീറ്റ്മെന്റ്. അത് ഫുള്ളി ഒരു തിയറി ചാപ്റ്റർ ആണ്. കുറച്ച് 2-3 ഇക്വേഷൻസ് വെച്ച് ബാക്കിയെല്ലാം ഒരു തിയറി ചാപ്റ്റർ ആണ്. നമ്മൾ പെർമനന്റ് ഹാർഡ്നെസ്, ടെമ്പററി ഹാർഡ്നെസ്, അങ്ങനെ വാട്ടറിന്റെ ഹാർഡ്നെസ്സിനൊക്കെ കുറിച്ച് പഠിച്ചിട്ടില്ലേ 12th? അപ്പം അതൊക്കെയാണ് അതിന്റെയും, പിന്നെ അതെങ്ങനെ നമ്മൾ ആ വാട്ടറിനെ ട്രീറ്റ് ചെയ്യും, അതൊക്കെയാണ് ആ വാട്ടർ കെമിസ്ട്രി ആൻഡ് സ്വീവേജ് വാട്ടർ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞ മൊഡ്യൂളുള്ളത്. അപ്പോൾ 5 മൊഡ്യൂളാണ് ഉള്ളത്. ഇതൊരു ഓവർവ്യൂ ആയെന്ന് വിശ്വസിക്കുന്നു. കെമിസ്ട്രി നിങ്ങൾ ആ സ്പെക്ട്രോസ്കോപ്പിക് ടെക്നിക് ഒഴിച്ച് ബാക്കിയെല്ലാം നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ കേട്ട സാധനങ്ങളോ എല്ലാം ആയിരിക്കും. അപ്പം ഈസിയാണ് സംഭവം. ഓക്കെ, അപ്പോ നമുക്ക് അടുത്ത സബ്ജക്റ്റിലോട്ട് പോവാം. ഓക്കെ, അപ്പോ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് 12th കേൾക്കാത്തൊരു സബ്ജക്റ്റ് ആണല്ലോ. അത് ആക്ച്വലി നമ്മൾ 12th ഫിസിക്സ് പഠിച്ച സാധനങ്ങൾ തന്നെയാണ് ഈ എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൽ വരുന്നത്. മെക്കാനിക്സ് എന്ന് കേൾക്കുമ്പോഴേ അറിയാം ഒരു റെസ്റ്റോർ മോഷൻ ഓഫ് എ ബോഡിനെ കുറിച്ചുള്ള ഒരു സബ്ജക്റ്റ് ആണ്. അതിന്റെ ഒരു സയൻസിനെയാണ് നമ്മൾ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് എന്ന് പറയുന്നത്. അപ്പം അതിലും 5 മൊഡ്യൂളാണുള്ളത്. 5 മൊഡ്യൂളിൽ ഓരോരോ മൊഡ്യൂളിൽ ഏതൊക്കെ ടോപ്പിക്കാണ് വരുന്നതെന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് മൊഡ്യൂൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം അതൊരു ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ ആണ്. അതൊരു ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ. ആദ്യം നമ്മൾ കുറെ പാരലോഗ്രാം ലോ, ട്രയാങ്കുലർ ലോ, അങ്ങനെ കുറെ ലോ പഠിക്കും. മെക്കാനിക്സിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ പോലെ കുറെ ലോ പഠിക്കും. പോളിഗൺ ലോ, അങ്ങനെ കുറെ ലോ പഠിക്കും. പിന്നെ നമ്മൾ പഠിക്കുന്നത് കുറച്ച് ഫോഴ്സിന്റെ ഒരു പോയിന്റ് തന്നെ ആക്ട് ചെയ്യുന്ന കുറെ ഫോഴ്സസിനെ കുറിച്ചും, കോപ്ലാനർ ഫോഴ്സസ്, പിന്നെ ഫ്രീ ബോഡി ഡയഗ്രാം അതൊക്കെ നമ്മൾ പഠിക്കും ആ ഒരു മൊഡ്യൂളിൽ. പിന്നെ നിങ്ങളിപ്പോ ആ മൊഡ്യൂൾ നിങ്ങൾക്ക് തുടങ്ങി കാണും ഓൾറെഡി, അപ്പൊ നിങ്ങൾക്ക് അറിയായിരിക്കും എങ്ങനെയാണെന്നുള്ളത്. പിന്നെ മൊഡ്യൂൾ 2 എന്ന് പറയുമ്പോഴത്തേക്ക് ഫ്രിക്ഷനെ കുറിച്ചും പിന്നെ കുറെ കോപ്ലാനർ ഫോഴ്സസിനെ കുറിച്ചും ഒക്കെയാണ് നമ്മൾ സെക്കൻഡ് മൊഡ്യൂൾ പറയുന്നത്. തേർഡ് മൊഡ്യൂൾ എന്ന് പറയുമ്പോഴത്തേക്ക് സെൻട്രോയിഡ്, നിങ്ങൾ കേട്ടാണ് സെൻട്രോയിഡ്, മൊമെന്റ്, കപ്പിള്, പിന്നെ ഒരു സ്പേസിൽ ഇരിക്കുന്ന ഫോഴ്സസ്, അതിനെ കുറിച്ചൊക്കെ ആയിരിക്കും തേർഡ് മൊഡ്യൂള് ഉള്ളത്. പിന്നെ ഫോർത്ത് മൊഡ്യൂൾ എന്ന് പറയുമ്പോഴത്തേക്ക്
ഡൈനാമിക്സ്, കൈനറ്റിക്സ്, കർവിലീനിയർ നമ്മുടെ കർവിലീനിയർ മോഷൻസിനെ കുറിച്ചൊക്കെ നമ്മൾ കർവിൽ പോകുന്ന മോഷനെ കുറിച്ചൊക്കെ നമ്മൾ 4th മൊഡ്യൂളിൽ പഠിക്കും. പിന്നെ നമ്മുടെ ബേസിക് ഇക്വേഷൻസ് ഒക്കെ ഇല്ലേ, ut + ½ at², അങ്ങനെയുള്ള അത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും അങ്ങനെ ഉള്ളതൊക്കെ 4th മൊഡ്യൂളിൽ നമ്മൾ പഠിക്കും. 5th മൊഡ്യൂൾ എന്ന് പറയുമ്പോൾ കുറെ റൊട്ടേഷനും പിന്നെ സിമ്പിൾ ഹാർമോണിക് മോഷൻ, വേവിന്റെ സിമ്പിൾ ഹാർമോണിക് മോഷനും റൊട്ടേഷനെ കുറിച്ചും ഒക്കെ ആയിരിക്കും നമ്മൾ 5th മൊഡ്യൂളിൽ പഠിക്കുന്നത്. നമ്മൾ ആദ്യമേ മീനു പറഞ്ഞായിരുന്നു, ഇത് മെക്കാനിക്സ് എന്ന് പറഞ്ഞാൽ തിയറി വളരെ കുറവും പ്രോബ്ലംസ് വളരെ കൂടുതലും ഉള്ള ഒരു സബ്ജക്റ്റ് ആണ് മെക്കാനിക്സ്. ഒരു 75% ഓഫ് പ്രോബ്ലംസ് ആയിരിക്കും, ഒരു 25% കാണുള്ളൂ തിയറി ആയിട്ട്. പ്രോബ്ലംസ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന തന്നെയാണ്, നമ്മൾ കുറച്ചൊന്ന് പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പോൾ മനസ്സിലായെന്ന് ഒരു ഓവർവ്യൂ കിട്ടിയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? എന്നാ അൺമ്യൂട്ട് ചെയ്ത് പറയാം. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ലെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് ഓക്കെ, ഒരു ഓവർവ്യൂ കിട്ടി കാണുമല്ലോ എല്ലാത്തിനെ കുറിച്ചും. അപ്പോ ഇനി നമുക്ക് അടുത്ത സബ്ജക്ട് നോക്കാം, എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ്. ഗ്രാഫിക്സ് എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഫുൾ ഡ്രോയിങ് ആണ്. ഫുൾ ഡ്രോയിങ് മാത്രമേ ഉള്ളൂ ഈ ഒരു സബ്ജക്ട് എന്ന് പറഞ്ഞാൽ. ഡ്രോയിങ് മാത്രമുള്ള ഒരു സബ്ജക്റ്റ് ആണ്. നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ്സിൽ അത് എത്രത്തോളം അത് വർക്ക്ഔട്ട് ആവുമെന്ന് അറിയത്തില്ല, പക്ഷെ ഫുൾ ഡ്രോയിങ് ആണ് ഈ എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സിൽ എന്ന് പറഞ്ഞാൽ. ഒരു 5 മൊഡ്യൂളാണ് ഇതിലുള്ളത്. നമ്മൾ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുമ്പോൾ ഒരു ഇൻട്രൊഡക്ഷൻ ആണ്, ഗ്രാഫിക്സിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഒക്കെയാണ് ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്നത്. അത് എന്നിട്ട് പിന്നെ നമ്മളൊരു പോയിന്റിനെയും ഒരു ലൈനിനെയൊക്കെ അതിന്റെ ഒക്കെ പ്രൊജക്ഷൻ നമ്മൾ പേപ്പറിലോട്ട് എങ്ങനെ റെപ്രസെന്റ് ചെയ്യും അതൊക്കെയാണ് ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്നത്. സെക്കൻഡ് മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ ഓഫ് സോളിഡ്സ്. അത് കേൾക്കുമ്പോൾ തന്നെ അറിയാം നമ്മൾ കാണുന്ന ഒരു സോളിഡിനെ, ഒരു സോളിഡ് എന്നാലും 3D ആയിരിക്കുമല്ലോ, ആ 3D സോളിഡിനെ നമ്മൾ പേപ്പറിലോട്ട് റെപ്രസെന്റ് ചെയ്യണം. അപ്പൊ അങ്ങനത്തെ ഡ്രോയിങ് ഒക്കെയാണ് ഈ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ ഓഫ് സോളിഡ്സ്. പല പല സോളിഡിന്റെയും അതിനെ നമ്മൾ 3D ആയിട്ട് കാണുന്നതിനെ നമ്മൾ പേപ്പറിൽ റെപ്രസെന്റ് ചെയ്യണം. അപ്പൊ പാരലൽ ലൈൻസ് ഒക്കെ വെച്ച് നമ്മൾ പേപ്പറിലോട്ട് റെപ്രസെന്റ് ചെയ്യും. അപ്പൊ അതാണ് ആ സെക്കൻഡ് മൊഡ്യൂൾ. തേർഡ് മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ സെക്ഷൻ ഓഫ് സോളിഡ്സ്, ഡെവലപ്മെന്റ് ഓഫ് സർഫസസ്. സെക്ഷൻ ഓഫ് സോളിഡ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളൊരു സോളിഡ് ഇപ്പൊ ഒരു സർക്കിളിനെ എടുത്ത് പകുതിയായിട്ട് കട്ട് ചെയ്ത പാർട്ടിൽ നമ്മൾ പേപ്പറിൽ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും, അതിന്റെ കുറെ ഡ്രോയിങ്സ് ആണ് ആ തേർഡ് മൊഡ്യൂളിൽ വരുന്നത്. പിന്നെ നമുക്കൊരു സർഫസ് തന്നേക്കും, അതിനെ നമ്മൾ കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്ത് അതിന്റെ ബാക്കി സർഫസിനെയും കൂടി നമ്മൾ വരയ്ക്കണം. അങ്ങനെയുള്ളൊരു മൊഡ്യൂളാണ് തേർഡ് മൊഡ്യൂൾ. ഇത് ഫുൾ, ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഇത് ഫുൾ ഡ്രോയിങ് ആണ്. ഒരു ക്വസ്റ്റ്യന് 5 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ അറ്റംപ്റ്റ് ചെയ്യേണ്ടത്. ഓരോ മൊഡ്യൂളിൽ നിന്ന് ഓരോ ക്വസ്റ്റ്യൻ വെച്ച് നമ്മൾ 5 ക്വസ്റ്റ്യൻ വേണം അറ്റംപ്റ്റ് ചെയ്യാൻ. ടോട്ടൽ 10 എണ്ണം കാണും. ഓരോ ക്വസ്റ്റ്യനും 20 മാർക്കാണ്. അപ്പം ഡ്രോയിങ് എത്രത്തോളം അത്രയും നമ്മൾ സൂക്ഷ്മതയോടെ വരയ്ക്കണം. നമുക്ക് പ്രാക്ടീസിലൂടെ നമുക്ക് പെട്ടെന്ന് പറ്റാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഫോർത്ത് മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഐസോമെട്രിക് പ്രൊജക്ഷൻ. നമ്മൾ ഒരു 3D സാധനത്തിനെ 2D ആക്കി നമ്മൾ പേപ്പറിലോട്ട് വരയ്ക്കുന്നു. ഒരു 3D സാധനത്തിനെ 2D ആക്കി വരയ്ക്കുന്നു. മറ്റേത് ജസ്റ്റ് പാരലൽ ലൈൻസ് ഒക്കെ വെച്ച് വരയ്ക്കുകയാണെങ്കിൽ ഇത് ഒരു 3D സാധനത്തിനെ 2D ആയിട്ട് വരയ്ക്കുന്നതാണ് ഈ ഫോർത്ത് മൊഡ്യൂൾ ഐസോമെട്രിക് പ്രൊജക്ഷനിൽ ഉള്ളത്. ഫിഫ്ത്ത് മൊഡ്യൂൾ എന്ന് പറയുമ്പോൾ പെർസ്പെക്റ്റീവ് പ്രൊജക്ഷൻ ആൻഡ് കൺവേർഷൻ ഓഫ് പിക്ടോറൽ വ്യൂസ്. അപ്പൊ ആ ഒരു മൊഡ്യൂളിൽ വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ കാണുന്ന ഒരു സാധനത്തിന് നമുക്കൊരു ഇമേജ് ഒക്കെ തന്നേക്കും. അപ്പൊ അതിനെ നമ്മൾ പേപ്പറിലോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്ത് വരയ്ക്കും. പിന്നെ അങ്ങനെ അതിന്റെ വേറെ നമ്മളൊരു സോളിഡ്സിന്റെ പ്രൊജക്ഷൻ, പെർസ്പെക്റ്റീവ് പ്രൊജക്ഷൻസ്, അതൊക്കെയാണ് ഫിഫ്ത്ത് മൊഡ്യൂൾ വരുന്നത്. ടോട്ടൽ അങ്ങനെ 5 മൊഡ്യൂളാണ് ഉള്ളത്. പിന്നെ അടിയിൽ എഴുതിയേക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും, CAD ലാബ്. CAD എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ എയ്ഡഡ് ഡ്രോയിങ് ആണ്. നമ്മൾ ഈ ഗ്രാഫിക്സിൽ നമ്മൾ പേപ്പറിൽ വരയ്ക്കുന്ന സാധനങ്ങൾ നമ്മളെ ലാബിൽ കൊണ്ടുപോയി ജസ്റ്റ് ഒന്ന് സിസ്റ്റത്തിൽ നമ്മൾ വരപ്പിക്കാറുണ്ട്. അപ്പോൾ അതാണ് ഈ കമ്പ്യൂട്ടർ എയ്ഡഡ് ഡ്രോയിങ് എന്ന് പറഞ്ഞാൽ അതാണ്. ഓക്കെ, അപ്പം ഗ്രാഫിക്സിനെ കുറിച്ച് നിങ്ങൾക്കൊരു ഓവർവ്യൂ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഫുൾ ഡ്രോയിങ് ആണ് സംഭവം. അപ്പം നമ്മൾ മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. ഓൺലൈൻ ആകുമ്പോൾ അത് ടീച്ചേഴ്സിന് കൺവേ ചെയ്യാനും പാടായിരിക്കും. അപ്പോൾ നിങ്ങൾ മാക്സിമം പ്രാക്ടീസ് ചെയ്യാൻ നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് സബ്ജക്റ്റിലോട്ട് പോവാം.
അരുണിമ റേസ്ഡ് ഹാൻഡ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ചേച്ചി കമ്പ്യൂട്ടറിൽ എക്സാം ആയിട്ടാണോ? എക്സാം ഒന്നുമില്ല, ജസ്റ്റ് എക്സാം ഒന്നും കാണത്തില്ല. ജസ്റ്റ് നമ്മള് ലാബിൽ കൊണ്ടുപോയി നമ്മള് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയേ ഉള്ളൂ, അല്ലാതെ എക്സാം ഒന്നുമില്ല. സ്കാഡ് ലാബിന്റെ എക്സാം ഒന്നും കാണത്തില്ല. ജസ്റ്റ് നമ്മളെ ഞങ്ങളെ തന്നെ ആകെ ഒന്നോ രണ്ടോ പ്രാവശ്യം കൊണ്ടുപോയിട്ടുള്ളൂ, അതിൽ കൂടുതലും കൊണ്ടുപോയിട്ടില്ല. നമ്മുടെ കോളേജ് ഉള്ള സമയത്ത് നമ്മൾ അത്ര കൊണ്ടുപോയിട്ടുള്ളൂ. അല്ലാതെ നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നേ ഉള്ളൂ, അല്ലാതെ ഇങ്ങനെ ലാബായിട്ടോ മാർക്കിനോ അങ്ങനെയൊന്നും ഇല്ല. ക്ലിയർ ആയോ? ഓക്കെ. അപ്പോ അടുത്ത സബ്ജക്ട് എന്ന് പറഞ്ഞാൽ ബേസിക്സ് ഓഫ് സിവിൽ ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. നിങ്ങൾ കേട്ടാൽ തന്നെ മനസ്സിലാവും സിവിൽ ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. എന്നാൽ നിങ്ങൾ വിചാരിക്കുമായിരിക്കും ഇത് സിവിലുകാരും മെക്കാനിക്കൽ ബ്രാഞ്ചുകാരും പഠിച്ചാൽ പോരെ, നിങ്ങൾ എന്തിനാ പഠിക്കുന്നതെന്ന്. പക്ഷെ ഫസ്റ്റ് ഇയർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ കോമൺ സബ്ജക്റ്റ് ആണ്. നിങ്ങൾക്ക് എല്ലാ ഒരു ബ്രാഞ്ചിലോട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആണ് ഫസ്റ്റ് ഇയർ എന്ന് പറഞ്ഞാൽ. അപ്പം എല്ലാ ബ്രാഞ്ചുകാരും ഇത് പഠിക്കുന്നുണ്ട്. ഒന്നീ ഫസ്റ്റ് സെമ്മിൽ പഠിക്കുന്നു, അല്ലെങ്കിൽ സെക്കൻഡ് സെമ്മിൽ നിങ്ങൾ ഇത് പഠിക്കുന്നുണ്ട്. ബേസിക്സ് ഓഫ് സിവിൽ ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. അതിലെങ്ങനെയാ വരുന്നതെന്ന് വെച്ചാൽ സിവില് ആദ്യത്തെ 3 മൊഡ്യൂള് സിവിലും, പിന്നെ 4, 5, 6 അടുത്ത 3 മൊഡ്യൂള് മെക്കാനിക്കലും ആണ് വരുന്നത്. സിവിലിൽ നിന്ന് നമുക്ക് പേര് കേട്ടാൽ തന്നെ അറിയാം, കൺസ്ട്രക്ഷൻ പിന്നെ സർവേ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളായിരിക്കും അതിൽ വരുന്നത്. നമുക്ക് പേര് കേട്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ അതിൽ എന്തൊക്കെ വരുന്നത് നമുക്ക് നോക്കാം. മൊഡ്യൂൾ 1 എന്ന് പറയുമ്പോൾ ഒരു ഇൻട്രൊഡക്ഷൻ ആണ്, സിവിൽ എഞ്ചിനീയറിംഗിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ. പിന്നെ ബിൽഡിങ്ങിന്റെ ഒരു ബിൽഡിങ്ങിന്റെ കൺസ്ട്രക്ഷനും, പിന്നെ ബിൽഡിങ്ങിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, ബിൽഡിങ്ങിന്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുക, അതൊക്കെയാണ് ആ ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ പഠിക്കുന്നത്. സെക്കൻഡ് മൊഡ്യൂളിൽ നമ്മൾ പഠിക്കുന്നതെന്ന് വെച്ചാൽ സർവേ നമ്മൾ ബിൽഡിങ്ങിന്റെ സർവേ എടുക്കത്തില്ലേ, അതിനെ കുറിച്ച്, പിന്നെ കുറെ മെറ്റീരിയൽസിനെ കുറിച്ചൊക്കെ നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിൽ പഠിക്കും. ബ്രിക്ക്, സ്റ്റോണ്, സിമെന്റ്, സാൻഡ്, ടിമ്പർ, കോൺക്രീറ്റ്, സ്റ്റീല്, പിന്നെ ഗ്ലാസ്, മോഡേൺ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് ലൈക്ക് ഗ്ലാസ്, അങ്ങനെ കുറെ മെറ്റീരിയലിനെ കുറിച്ച് പഠിക്കുന്ന ഒരു മൊഡ്യൂളാണ്. നമ്മൾ കൺസ്ട്രക്ഷൻ ഉപയോഗിക്കുന്ന കുറെ മെറ്റീരിയലിനെ കുറിച്ച് പഠിക്കുന്ന ഒരു മൊഡ്യൂളാണ് മൊഡ്യൂൾ 2. മൊഡ്യൂൾ 3 എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ബിൽഡിംഗ് കൺസ്ട്രക്ഷനെ കുറിച്ച് കൂടുതലൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് അതിൽ പഠിക്കും. പിന്നെ അതല്ലാതെ നമ്മൾ ബ്രിക്സ് എങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുന്നത് അതിനെ കുറിച്ചൊക്കെ പഠിക്കും. പിന്നെ റൂഫ്, ഫ്ലോറ്, പിന്നെ ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ സർവീസസ്, HVAC, അങ്ങനെ കുറെ സർവീസസ് ഉണ്ട്, ഇൻഫ്രാസ്ട്രക്ചർ സർവീസസ്, അതിനെ കുറിച്ചൊക്കെ പഠിക്കും. പിന്നെ ഗ്രീൻ ബിൽഡിംഗ് നമ്മൾ ഒരു എഫിഷ്യന്റ് ആയിട്ട് ബിൽഡിംഗ് എങ്ങനെ മേക്ക് ചെയ്യാം, അതിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുന്നത് തേർഡ് മൊഡ്യൂളിലാണ്. അപ്പൊ ഇതാണ് സിവിലിന്റെ ഒരു ഓവർവ്യൂ ആയിട്ട് വരുന്നത്. ഇതാണ് 1, 2, 3 ഈ 3 മൊഡ്യൂളാണ് സിവിലിന് വരുന്നത്. ഈ 3 മൊഡ്യൂളിൽ നിന്നും കൂടി നിങ്ങൾക്ക് 50 മാർക്ക് ആയിരിക്കും. ഓക്കെ. അപ്പം അടുത്ത മെക്കാനിക്കൽ എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അറിയാം എഞ്ചിനെ കുറിച്ചും, പിന്നെ കുറെ എഞ്ചിന്റെയും പിന്നെ അത് ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും പഠിക്കുന്നത്. നിങ്ങൾക്ക് മെക്കാനിക്കൽ എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ വരുമായിരിക്കും. ഓക്കെ. അപ്പം അതില് 4, 5, 6 ഇത്രയും മൊഡ്യൂൾസ് ആണ് മെക്കാനിക്കൽ സെക്ഷനിൽ വരുന്നത്. അപ്പൊ മെക്കാനിക്കൽ സെക്ഷനിൽ എന്ന് പറയുമ്പോൾ ആദ്യത്തെ 4th മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ തെർമോഡൈനാമിക് സൈക്കിളിന്റെ ഒരു അനാലിസിസ്, പിന്നെ കുറെ എഞ്ചിനെ കുറിച്ച് പഠിക്കും. IC എഞ്ചിൻ, 2 സ്ട്രോക്ക് എഞ്ചിൻ, 3 സ്ട്രോക്ക് എഞ്ചിൻ, അതിനെ കുറിച്ചൊക്കെ പഠിക്കും. പിന്നെ 5th മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ റെഫ്രിജറേഷൻ, പിന്നെ കുറെ പമ്പിനെ കുറിച്ച് പഠിക്കും. പിന്നെ കുറെ ടർബൈനെ കുറിച്ച് പഠിക്കും. പിന്നെ കുറെ ഗിയേഴ്സിനെ കുറിച്ച് പഠിക്കും. പിന്നെ കുറെ ക്ലച്ചസിനെ കുറിച്ച് പഠിക്കും. അങ്ങനെ ഒരു ചാപ്റ്റർ ആണ് 5th മൊഡ്യൂൾ. പിന്നെ 6th മൊഡ്യൂൾ എന്ന് പറയുമ്പോൾ നമ്മൾ കുറെ പ്രോസസ്സ്, നമ്മളൊരു സാധനം ഉണ്ടാക്കി അതിനെ ഡെവലപ്പ് ചെയ്യുന്ന കുറെ പ്രോസസ്സിനെ കുറിച്ചായിരിക്കും പഠിക്കുന്നത്. കുറെ മെറ്റൽ മാനുഫാക്ചറിങ് പ്രോസസ്സ്, സാൻഡ് കാസ്റ്റിംഗ്, ഫോർജിങ്, റോളിംഗ്, അങ്ങനെ തുടങ്ങിയ കുറെ പ്രോസസ്സിനെ കുറിച്ച് പഠിക്കും. അതൊക്കെ മാനുഫാക്ചറിങ് പ്രോസസ്സാണ്. പിന്നെ മെറ്റൽ ജോയിനിങ് പ്രോസസ്, ആർക്ക് വെൽഡിംഗ് എന്നൊക്കെ കേട്ടിട്ടില്ലേ, വെൽഡിങ്ങിനെ കുറിച്ചൊക്കെ പഠിക്കും. അങ്ങനെ കുറെ പ്രോസസ്സിനെ കുറിച്ചും, പിന്നെ അതിന്റെ മാനുഫാക്ചറിങ് പ്രോസസ്സ്, പിന്നെ ഡ്രില്ലിംഗ് മെഷീൻ, പിന്നെ മില്ലിംഗ് മെഷീൻ, അങ്ങനെ കുറെ മെഷീൻസിനെ പറ്റി, അങ്ങനെ ഒരു പ്രോസസ്സും, പിന്നെ ഒരു സാധനം നമ്മൾ ഉണ്ടാക്കി അതിനെ ഡെവലപ്പ് ചെയ്യുന്ന കുറെ പ്രോസസ്സിനെ പറ്റിയാണ് നമ്മൾ 6th മൊഡ്യൂളിൽ പഠിക്കുന്നത്. അപ്പോൾ ഈ മെക്കാനിക്കൽ സെക്ഷന്റെ ഒരു ഓവർവ്യൂ കിട്ടിയെന്ന് വിചാരിക്കുന്നു, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ. അപ്പം ഇനി അടുത്ത പോർഷൻസ് മീനും എടുക്കും. ഓക്കെ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ
അൺമ്യൂട്ട് ചെയ്ത് പറയാം, അല്ലെങ്കിൽ ചാറ്റ് ബോക്സിൽ ഇട്ടാലും മതി. ഓക്കെ, അപ്പൊ അടുത്തത് മീനു കണ്ടിന്യൂ ചെയ്യുന്നത്. ഹലോ. അപ്പോ ഇനി നമ്മുടെ ഫസ്റ്റ് സെമസ്റ്ററിലെ ഒരു എല്ലാ ബ്രാഞ്ചുകാർക്കും ഒരേപോലെ ഒരു സബ്ജക്റ്റ് ആണ് ലൈഫ് സ്കിൽ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞു ലൈഫ് സ്കിൽ എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് ഇല്ലാത്ത സബ്ജക്റ്റ് ആണ്, നോൺ ക്രെഡിറ്റ് സബ്ജക്റ്റ് ആണ്. അപ്പൊ ഇതിനും എല്ലാത്തിനെയും പോലെ തന്നെ 5 മൊഡ്യൂൾസ് ഉണ്ട്. ആദ്യത്തെ മൊഡ്യൂൾ എന്ന് പറയുമ്പോൾ നമുക്ക് മൊത്തത്തിൽ ലൈഫ് സ്കിൽ എന്തുവാണെന്നുള്ളൊരു ഓവർവ്യൂ തരുന്നു. ആൻഡ് മാത്രമല്ല ലൈഫ് സ്കില്ലിന്റെ നമ്മുടെ WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ലൈഫ് സ്കില്ലിനെ കുറിച്ച് ഒരു ഡെഫിനിഷൻ പറയുന്നു. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞു കാണും. അപ്പൊ എല്ലാ എക്സാമിനും മിക്കവാറും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അതിനെ കുറിച്ച് പറയുന്നു. പിന്നെ ക്രിട്ടിക്കൽ തിങ്കിങ് എന്തുവാ, ക്രിയേറ്റീവ് തിങ്കിങ് എന്തുവാ, സ്ട്രെസ് മാനേജ്മെന്റ്, അങ്ങനെ നമ്മൾ എല്ലാം കൂടെ ടോട്ടല് ലൈഫ് സ്കില്ലിൽ പഠിക്കുന്ന എല്ലാ മൊഡ്യൂൾസിലും കൂടെ പഠിക്കുന്നതിനെ കുറിച്ചൊരു ഓവർവ്യൂ ഫസ്റ്റ് മൊഡ്യൂളിൽ തരുന്നു. ഓക്കെ, ഇന്ന് ലൈഫ് സ്കിൽ പ്രൊഫഷണൽ അറിയാം. നമ്മള് ഒരു എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് എന്നുള്ള നമ്മള് 4 വർഷം കഴിഞ്ഞാണെങ്കിൽ നമ്മളൊരു പ്രൊഫഷണൽ ആയി മാറും. അപ്പൊ ഒരു പ്രൊഫഷണൽ ആയി മാറുമ്പോൾ നമുക്ക് വേണ്ട കുറച്ച് സ്കിൽസ്, അതായത് പോസിറ്റീവ് തിങ്കിങ്, റൈറ്റ് ആറ്റിറ്റ്യൂഡ്, റിസർച്ച് ആൻഡ് ലേണിംഗ് സ്കില്ലിംഗ്, പിന്നെ ഒരു ഗോൾ സെറ്റിംഗ് എ ഗോൾ, പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്നത്. പിന്നെ എക്സ്ട്രാ വരുന്നത് IQ, EQ, SQ, ഇന്റലിജൻസ് ക്വോഷ്യൻ, ഇമോഷണൽ ക്വോഷ്യൻ, സോഷ്യൽ ക്വോഷ്യൻസ്. അപ്പൊ ഇതിനെ കുറിച്ചും കൂടെ ഫസ്റ്റ് മൊഡ്യൂളിൽ പറഞ്ഞു. സെക്കൻഡ് മൊഡ്യൂളിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് മൊഡ്യൂളിൽ ഓവർവ്യൂ പറഞ്ഞു പോയ ഓരോ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്താണ് ഈ താഴോട്ട് വരുന്ന ഓരോ മൊഡ്യൂളും പോകുന്നത്. സെക്കൻഡ് മൊഡ്യൂളിൽ സെൽഫ് അവയർനെസ്, സ്ട്രെസ് മാനേജ്മെന്റ്, കോപ്പിംഗ് വിത്ത് ഇമോഷൻ, മോറൽസ്, വാല്യൂസ്, എത്തിക്സ്. നമ്മൾ മിക്കവാറും എല്ലാ സിനിമകളിലും കേൾക്കുന്നതാണ് എത്തിക്സ് വേണമെന്ന്. അപ്പൊ ആ എത്തിക്സ് എന്തുവാണ്, ആ കാര്യങ്ങളെല്ലാം നമ്മൾ സെക്കൻഡ് മൊഡ്യൂൾസിൽ പഠിക്കുന്നുണ്ട്. പിന്നെ ഈ സെക്കൻഡ് മൊഡ്യൂളിൽ പിന്നെ ഈ ലൈഫ് സ്കില്ലിന്റെ കാര്യം എന്ന് വെച്ചാൽ കുറച്ച് ആക്ടിവിറ്റീസ് എല്ലാം വരുന്നുണ്ട്. ഈ സ്ട്രെസ് മാനേജ്മെന്റ് വരുന്ന ഒരു ആക്ടിവിറ്റിയാണ് സ്ട്രെസ് ഡയറി എന്നുള്ള കാര്യം. അതായത് നമ്മൾ ഓരോ ദിവസവും നമ്മൾ ഫേസ് ചെയ്യുന്ന ഓരോ സ്ട്രെസ് ഇങ്ങനെ ഒരു ഡയറി പോലെ എഴുതി ഒരു മാസം എഴുതി സബ്മിറ്റ് ചെയ്യുക. അങ്ങനത്തെ കുറച്ച് വർക്ക്സ് എല്ലാം വരും. പിന്നെ കുറച്ച് 4 A's ഓഫ് സ്ട്രെസ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ കുറച്ച് പോർഷൻസ് പഠിക്കാനുണ്ട്. അങ്ങനെ കുറച്ച് തിയറി പോർഷൻസും പ്ലസ് കുറച്ച് പ്രാക്ടിക്കൽ സെക്ഷൻസും ഉള്ളതാണ് സെക്കൻഡ് മൊഡ്യൂൾ. ഈ തേർഡ് മൊഡ്യൂൾ എന്ന് പറയുന്നത് 21st സെഞ്ച്വറി സ്കിൽസ്. അതായത് നമ്മൾ ഈ ഒരു ഇറയിൽ നമുക്ക് വേണ്ട കുറച്ച് സ്കിൽസിനെ പറ്റിയാണ് ആ ഒരു മൊഡ്യൂളിൽ ആദ്യത്തെ സെക്ഷനിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ക്രിയേറ്റീവ് തിങ്കിങ്, ക്രിട്ടിക്കൽ തിങ്കിങ്, പ്രോബ്ലം സോൾവിങ്, ഡിസിഷൻ മേക്കിംഗ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ വരുന്നു. പിന്നെ ഉള്ളത് സെക്കൻഡ് സെക്ഷൻ എന്ന് വെച്ചാൽ സ്റ്റെപ്സ് ഇൻ പ്രോബ്ലം സോൾവിങ്. അതായത് നമ്മളൊരു പ്രോബ്ലത്തെ ഫേസ് ചെയ്യുമ്പോൾ അത് സോൾവ് ചെയ്യാനുള്ള സ്റ്റെപ്സ് എങ്ങനെയൊക്കെ നമുക്കൊരു പ്രോബ്ലത്തെ ഫേസ് ചെയ്യാം, അത് എങ്ങനെ സോൾവ് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങൾ തേർഡ് മൊഡ്യൂളിൽ പറയുന്നുണ്ട്. പിന്നെ എക്സ്ട്രാ ഒരു കാര്യം പറയുന്നത് വെച്ചാൽ നമ്മുടെ ലെഫ്റ്റ് ബ്രെയിനിന്റെയും റൈറ്റ് ബ്രെയിനിന്റെയും ഫംഗ്ഷൻ, ബയോളജിക്കൽ ഫംഗ്ഷൻ അല്ല, ഈ ലൈഫ് സ്കില്ലിന്റെ ആ ഒരു പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ വരുന്ന ഫംഗ്ഷൻസ് എന്തൊക്കെയാണോ അത് ആ ഒരു സെക്ഷനിൽ തേർഡ് മൊഡ്യൂളിൽ പറയുന്നുണ്ട്. ഇനി ഫോർത്ത് മൊഡ്യൂളിൽ എന്ന് പറയുമ്പോൾ ഗ്രൂപ്പ് ആൻഡ് ടീം ഡൈനാമിക്സ്. ഗ്രൂപ്പ് എന്തുവാണ്, ടീം എന്തുവാണ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഗ്രൂപ്പ്സ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടീം. ഇനി ഗ്രൂപ്പും ടീമും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ഒരു ഗ്രൂപ്പായിട്ട് നമ്മൾ അല്ലെങ്കിൽ ഒരു ടീമായിട്ട് നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ യൂസ് ആണ് വരുന്നത്, അതിനെല്ലാം കുറിച്ചാണ് ഫോർത്ത് മൊഡ്യൂളിൽ പറയുന്നത്. ഫിഫ്ത്ത് മൊഡ്യൂൾ പേര് പോലെ തന്നെ ലീഡർഷിപ്പിന്റെ ക്വാളിറ്റീസ്, എങ്ങനെ നമുക്കൊരു നല്ല ലീഡർ ആവാം, വിഷൻ, കൾച്ചറൽ ഡയമെൻഷൻ, ടൈപ്പ് ഓഫ് ലീഡർഷിപ്പ്, സ്റ്റൈൽസ് ഓഫ് ലീഡർഷിപ്പ്, അങ്ങനെ കുറെ കാര്യങ്ങൾ ഫിഫ്ത്ത് മൊഡ്യൂളിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞു ക്രെഡിറ്റ് ഇല്ലാത്ത സബ്ജക്റ്റ് ആണ്, ജസ്റ്റ് പാസ് ഓഫ് ഫെയിൽ സബ്ജക്ട്സ് ആണ്. എന്നാലും എല്ലാവരും പാസ്സായി പറ്റൂ, കുറച്ച് പഠിച്ചേ പറ്റൂ, എക്സാമിന് തലേ ദിവസം എടുത്ത് നോക്കിയേ പറ്റൂ ഈ സബ്ജക്ട്, അല്ലാതെ എഴുതാൻ പറ്റില്ല. ഓക്കെ, ഇനിയുള്ളത് അടുത്ത സെക്ഷൻ എന്ന് പറയുമ്പോൾ ബേസിസ് ഓഫ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്. അതില് ആദ്യമേ പറഞ്ഞായിരുന്നു 6 മൊഡ്യൂളാണ് വരുന്നത്. ആദ്യത്തെ 3 മൊഡ്യൂള് ഇലക്ട്രിക്കൽ, അടുത്ത 3 മൊഡ്യൂൾ ഇലക്ട്രോണിക്സ്. നമ്മുടെ സിവിൽ ആൻഡ് മെക്കിനെ പോലെ തന്നെ മാർക്കിംഗ് സിസ്റ്റം 50-50 അങ്ങനെ ടോട്ടൽ 100. അപ്പൊ ഫസ്റ്റ് സെക്ഷൻ ഇലക്ട്രിക്കൽ സെക്ഷന്റെ 3 മൊഡ്യൂളിൽ ആദ്യത്തെ മൊഡ്യൂളിൽ എന്ന് പറയുമ്പോൾ ആദ്യത്തെ മൊഡ്യൂളിൽ ഇലക്ട്രിസിറ്റിയെ പറ്റി, അതായത് ഇലക്ട്രിക് സർക്യൂട്ട്സിനെ പറ്റിയാണ് പറയുന്നത്. സെക്കൻഡ് മൊഡ്യൂളിൽ മാഗ്നറ്റിക് സർക്യൂട്ട്സിനെ പറ്റി, തേർഡ് മൊഡ്യൂളിൽ AC സർക്യൂട്ട്സ്. ഇങ്ങനെയാണ് ഒരു സ്പ്ലിറ്റിക്ക് വരുന്നത്. അപ്പൊ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുമ്പോൾ എലിമെന്ററി കൺസെപ്റ്റ്സ് ഓഫ് ഇലക്ട്രിക്കൽ സർക്യൂട്ട്, കറണ്ട് എന്തുവാ, വോൾട്ടേജ് എന്തുവാ, പവർ എന്തുവാ, റെസിസ്റ്റൻസ് എന്തുവാ, EMF എന്തുവാ, അങ്ങനത്തെ കുറച്ച് കുഞ്ഞു കാര്യങ്ങൾ. ദെൻ സീരീസ് ആൻഡ് പാരലൽ കണക്ഷൻ, ഓംസ് ലാ, കിർച്ചോഫ്സ് ലാ, അങ്ങനെ കുറച്ചില്ല. ഇതെല്ലാം നിങ്ങൾ കേട്ടിട്ടുള്ളതായിരിക്കും, ഫിസിക്സിൽ പല ക്ലാസ്സുകളിലായിട്ട് പഠിച്ചിട്ടുള്ള കാര്യങ്ങളുമായിരിക്കും. പിന്നെ എക്സ്ട്രാ കുറച്ച് സ്റ്റാർ ഡെൽറ്റ പ്രോബ്ലം, അതായത് സ്റ്റാർ കണക്ഷൻ വന്നാൽ എങ്ങനെ, ഡെൽറ്റ കണക്ഷൻ വന്നാൽ എങ്ങനെ, അപ്പൊ അതിന്റെ ബേസ് ചെയ്ത് കുറച്ച് പ്രോബ്ലം. പിന്നെ മെഷ് കറണ്ട് മെത്തേഡ്, മെട്രിക്സ് റെപ്രസെന്റേഷൻ, അങ്ങനെ കുറച്ച് പ്രോബ്ലംസ്. അതായത് കുറച്ച് പ്രോബ്ലംസ് ഇലക്ട്രിക്കൽ പാർട്ടിൽ കുറച്ച് പ്രോബ്ലം സെക്ഷൻ വരുന്നുണ്ട്, പ്ലസ് തിയറി വരുന്നുണ്ട്. 50% പ്രോബ്ലം, 50% തിയറി, അങ്ങനെയാണ് ഇലക്ട്രിക്കൽ പാർട്ട് പോകുന്നത്.
ദെൻ സെക്കൻഡ് മൊഡ്യൂൾ വരുമ്പോഴത്തേക്ക് ഇലമെന്ററി കൺസെപ്റ്റ് ഓഫ് മാഗ്നറ്റിക് സർക്യൂട്ട്, നമ്മുടെ ഇലക്ട്രിക് സർക്യൂട്ട് പറഞ്ഞാൽ മാഗ്നറ്റിക് സർക്യൂട്ടിന്റെ കുറച്ച് ബേസിക് ടേം ആയിട്ടുള്ള MMF, ഫീൽഡ് സ്ട്രെങ്ത്, ഫ്ലക്സ് ഡെൻസിറ്റി, റിലക്റ്റൻസ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ വരുന്നു. പിന്നെ സെക്കൻഡ് സെക്ഷനിൽ എന്ന് പറയുമ്പോൾ ഇലക്ട്രിക്കൽ സർക്യൂട്ടും മാഗ്നറ്റിക് സർക്യൂട്ടും തമ്മിലൊരു കമ്പാരിസൺ പറഞ്ഞു. പിന്നെ ഇലക്ട്രിക്കൽ സർക്യൂട്ടിൽ സീരീസ് ആൻഡ് പാരലൽ കണക്ഷൻ പോലെ നമ്മുടെ മാഗ്നറ്റിക് സർക്യൂട്ടിൽ സീരീസ് ആൻഡ് പാരലൽ സർക്യൂട്ട് ഉണ്ട്, സീരീസ് ആൻഡ് പാരലൽ സർക്യൂട്ട് ഉണ്ട്. അപ്പൊ അതിനെ കുറിച്ച് പറയുന്നു. പിന്നെ കുറച്ച് AC ആൾട്ടർനേറ്റിംഗ് കറന്റ് എന്തുവാണ് അതിന്റെ കുറച്ച് ഇൻട്രൊഡക്ഷൻ പാർട്ട്. അതായത് ഇൻട്രൊഡക്ഷൻ പാർട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് പിന്നെ കുറച്ച് ലാസ് വരും കേട്ടോ, ഫാരഡേസ് ലാ, ലെൻസസ് ലാ, അങ്ങനെ കുറച്ച് ലാസ് വരും. പിന്നെ സെൽഫ് ഇൻഡക്റ്റൻസ്, മ്യൂച്വൽ ഇൻഡക്റ്റൻസ്, RMS വാല്യൂ, ഫോർ ഫാക്ടർ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. ഈ RMS ആവറേജ് വാല്യൂ, RMS വാല്യൂ അതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കണം. ഇനി അടുത്ത മൂന്നാമത്തെ മൊഡ്യൂൾ AC സർക്യൂട്ട്. AC സർക്യൂട്ടിൽ എന്ന് പറയുമ്പോൾ കുറച്ച് നമ്മൾ ഒരു റെസിസ്റ്റൻസ്, ഇൻഡക്ടൻസ്, കപ്പാസിറ്റൻസ്, ഈ 3 കാര്യം നിങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പം ഒരു സർക്യൂട്ട് റെസിസ്റ്റൻസ് മാത്രം വെച്ച് വർക്ക് ചെയ്യണമെങ്കിൽ അതിന്റെ എങ്ങനെയായിരിക്കും അതിന്റെ വർക്കിങ്, ഒരു സർക്യൂട്ട് ഇൻഡക്ടൻസ് മാത്രം വെച്ച്, ഒരു സർക്യൂട്ട് കപ്പാസിറ്റൻസ് മാത്രം വെച്ച്, അങ്ങനെ വർക്ക് ചെയ്യുന്നസും കപ്പാസിറ്റൻസും ഒരുമിച്ച് വെച്ച, ഇൻഡക്ടൻസും ഈ റെസിസ്റ്റർ ഒരുമിച്ച് വെച്ച, അങ്ങനെ അതിന്റെ കോമ്പിനേഷൻസ് വരും. പിന്നെ ഇത് 3ന്റെ കൂടെ കോമ്പിനേഷൻ വരും. അങ്ങനെയുള്ള കുറച്ച് സർക്യൂട്ട്സിന്റെ കാര്യമില്ല തേർഡ് മൊഡ്യൂളിൽ പഠിക്കുന്നുണ്ട്. അതാണ് മെയിൻ ആയിട്ട് തേർഡ് മൊഡ്യൂളിൽ വരുന്നത്. അപ്പൊ ഇത്രയാണ് ഇലക്ട്രിക്കൽ പാർട്ടിൽ വരുന്ന മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ, ഇത്രയാണ് വരുന്നത്. ദെൻ ഇലക്ട്രോണിക്സ് പാർട്ട് വരുമ്പോഴത്തേക്ക് എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് ആയിട്ട് എടുക്കുക. ആക്ച്വലി തീരാറായി കേട്ടോ, ഇനി 4 സ്ലൈഡും കൂടെ ഉള്ളൂ. ടൈം കുറച്ച് അതിക്രമിച്ചെന്ന് അറിയാം, സോറി, നെറ്റ് ഇഷ്യൂന്റെ കാര്യം എല്ലാം കൂടെ വന്നതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ ഇലക്ട്രോണിക് സെക്ഷൻ എന്ന് വെച്ചാൽ ഫോർത്ത് മൊഡ്യൂളിൽ ഇൻട്രൊഡക്ഷൻ ടു സെമി കണ്ടക്ടർ ഡിവൈസസ്. സെമി കണ്ടക്ടർ എന്താണ്, റെസിസ്റ്റർ, കപ്പാസിറ്റർ, ഇൻഡക്ടർ, ഇൻട്രസിനിക് ആൻഡ് എക്സിട്രിനിക് കണ്ടക്ടർ, പിന്നെ ജംഗ്ഷൻ ഡയോഡ്, സെനർ ഡയോഡ്, ട്രാൻസിസ്റ്റർ, ഇൻപുട്ട് ഔട്ട്പുട്ട് കാരാന്ന് വെച്ചാൽ ഗ്രാഫിനെയാണ് പറയുന്നത്. അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഫോർത്ത് മൊഡ്യൂളിൽ വരുന്നത്. ഇനി ഫിഫ്ത്ത് മൊഡ്യൂളിൽ എന്ന് പറയുമ്പോഴത്തേക്ക് ആംപ്ലിഫയർ എന്തുവാ, റെക്ടിഫയർ എന്തുവാ, ഹാഫ് വേവ് റെക്ടിഫയർ, ഫുൾ വേവ് റെക്ടിഫയർ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ വരുന്നു. ആൻഡ് വർക്കിംഗ് ഓഫ് ഡിജിറ്റൽ മൾട്ടിമീറ്റർ, കുറച്ച് സർക്യൂട്ട് ഡയഗ്രാംസ്. ഇത്രയാണ് ഫിഫ്ത്ത് മൊഡ്യൂളിൽ വരുന്നത്. സിക്സ്ത് മൊഡ്യൂൾ എന്ന് വെച്ചാൽ പ്യൂർലി കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തെ കുറിച്ചാണ് പറയുന്നത്. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ തരുന്നത്. എല്ലാം അല്ലല്ലോ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, സിവിൽ, മെക്, ഇതെല്ലാം ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമേ തരുന്നുള്ളൂ. മെയിൻ ആയിട്ട് നിങ്ങൾ പഠിക്കണമെങ്കിൽ അവരുടെ ബാച്ച് പോലെ പഠിക്കാൻ പറ്റും. അപ്പോൾ ഇനി സിക്സ്ത് മൊഡ്യൂളിൽ എന്ന് പറയുമ്പോൾ ആദ്യം കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിന്റെ എവല്യൂഷൻ പറയുന്നു. പിന്നെ FM എന്തുവാ, AM എന്തുവാ, പിന്നെ കുറച്ച് ഫ്രീക്വൻസി ബാൻഡ് ഡയഗ്രാം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, പിന്നെ പ്രിൻസിപ്പിൾ ഓഫ് സെല്ലുലാർ കമ്മ്യൂണിക്കേഷൻ, അങ്ങനെ കുറച്ച് കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ഉള്ള കാര്യങ്ങളാണ് ഇലക്ട്രോണിക് പോർഷൻസിൽ വരുന്നത്. ഓക്കെ, ഇനി വരുന്നത് വെക്ടർ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇയറിലെ ഏകദേശം എല്ലാ സബ്ജക്ട്സും കവർ ചെയ്തു. ഇനി അതിന് ബാലൻസ്, നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിക്കാത്ത ബാലൻസ് 3 സബ്ജക്ട് പ്ലസ് ഇപ്പൊ സെക്കൻഡ് ഇയറിലെ 3 സബ്ജക്ട് കൂടെ ചേർത്താണ് നമ്മുടെ സെക്കൻഡ് സെമസ്റ്റർ വരുന്നത്. അപ്പോൾ അതില് വെക്ടർ കാൽക്കുലസ്, ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആൻഡ് ട്രാൻസ്ഫോംസ്, അതിൽ വരുമ്പോൾ 5 മൊഡ്യൂളാണുള്ളത്. 5 മൊഡ്യൂൾ എന്ന് പറയുമ്പോൾ ആദ്യത്തെ കാൽക്കുലസ് ഓഫ് വെക്ടർ ഫംഗ്ഷൻ. കാൽക്കുലസ് ഓഫ് വെക്ടർ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ്, വെക്ടർ ഫംഗ്ഷൻസിന് സ്കെയിലർ എന്തുവാ, വെക്ടർ എന്തുവാ, അതിന്റെ ഡെറിവേറ്റീവ്സ് എടുക്കുക, ഡയറക്ഷണൽ ഡെറിവേറ്റീവ്, ഡൈവേർജൻസ് എന്തുവാ, കേൾ എന്തുവാ, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിക്കുന്നത്. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്, ടൈം നല്ല രീതിയിൽ അതിക്രമിച്ചുകൊണ്ട്. സെക്കൻഡ് മൊഡ്യൂൾ എന്ന് പറയുമ്പോഴത്തേക്ക് വെക്ടർ ഇന്റഗ്രൽ തിയറംസ്, അതിലാണ് ഞാൻ ആദ്യം പറഞ്ഞ കുറച്ച് ഇക്വേഷൻസിന്റെ കാര്യമെല്ലാം വരുന്നത്. ആ സെക്ഷനിലാണ് വരുന്നത്. ഗ്രീൻസ് തിയറം, സ്റ്റോക്സ് തിയറം, ഡൈവേർജൻസ് തിയറം, അങ്ങനത്തെ കുറച്ച് തിയറം ഉണ്ട്. ആ തിയറത്തെ ബേസ് ചെയ്ത് കുറച്ച് ഇക്വേഷൻസ് ഉണ്ട്. ആ ഇക്വേഷൻസിലോട്ട് നമുക്ക് ക്വസ്റ്റ്യനിൽ തരുന്ന ഇക്വേഷൻസിലെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ആൻസർ ഇത്രയുള്ള പഠിക്കും. ഇനി തേർഡ് മൊഡ്യൂൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഹോമോജീനസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്, സെക്കൻഡ് ഓർഡറിന്റെ, തേർഡ് ഓർഡറിന്റെ, ഫോർത്ത് ഓർഡറിന്റെ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയുന്നു. പിന്നെ ഇത് ഹോമോജീനസ് ലീനിയർ, ഇതൊക്കെ എന്തുവാണെന്ന് സത്യം പറഞ്ഞാൽ നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുമായിരിക്കും. അത് കറക്റ്റ് എന്തുവാണെന്ന് അപ്പൊ പഠിക്കുമ്പോൾ മനസ്സിലാവും. മൊത്തത്തിൽ എക്സ്പ്ലെയിൻ ചെയ്ത് പോകാനുള്ള ടൈമില്ല. അങ്ങനെ കുറച്ച് അതിന്റെ കുറച്ച് സൊല്യൂഷൻസ്, അങ്ങനെയല്ലാണ് തേർഡ് മൊഡ്യൂളിൽ വരുന്നത്. ഇനി ഫോർത്ത് ആൻഡ് ഫിഫ്ത്ത് മൊഡ്യൂളിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഇക്വേഷൻസ് വരുന്ന സംഭവമാണ്. 2 ഇക്വേഷൻസ് ഉണ്ട്. ആ ഇക്വേഷൻസ് കാണാതെ പഠിക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അതിലോട്ട് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ആൻസർ കണ്ടുപിടിക്കുക. ലാപ്ലേസ് ട്രാൻസ്ഫോം വരുമ്പോഴത്തേക്ക് അതിന്റെ ഇൻവേഴ്സ് വരും, ലാപ്ലേസ് ട്രാൻസ്ഫോം വരും. പിന്നെ അതിന്റെ ഡെറിവേറ്റീവ്സ് കണ്ടുപിടിക്കുക, ഇന്റഗ്രൽസ് കണ്ടുപിടിക്കുക, അങ്ങനത്തെ കുറച്ച് പോർഷൻസ്. ആൻഡ് ഫൊറിയർ ഇന്റഗ്രൽസിൽ വരും, ഫൊറിയർ ട്രാൻസ്ഫോംസ് വരുമ്പോഴത്തേക്ക് അതിന്റെ സൈൻ, കൊസൈൻ, ഫൊറിയർ ട്രാൻസ്ഫോം, അതിന്റെ ഇൻവേഴ്സ്, ഇക്വേഷൻസ് കാണാതെ വെച്ചാൽ. പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷൻസ് എന്ന് പറഞ്ഞത് അടുത്ത നമ്മുടെ സെക്കൻഡ് സെമസ്റ്ററിലെ
ഒരു ടോപ്പിക്കാണ് പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷൻ, ഒരു സബ്ജക്ട്. ഇതിൽ നമ്മുടെ ലൈഫ് സ്കില്ലിനെ പറഞ്ഞ പോലെ ഒരു സംഭവമാണ് പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷൻ. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകാം. ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മുടെ ലാംഗ്വേജിന്റെ ഇമ്പോർട്ടൻസ്, ഒരു ടെക്നോളജി, നമ്മുടെ ടെക്നിക്കൽ ആയിട്ട് ലാംഗ്വേജ് എങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്ന, ആദ്യം കുറച്ച് ഗ്രാമർ പറഞ്ഞു, റിപ്പോർട്ടഡ് സ്പീച്ച്, ആക്റ്റീവ് പാസീവ് വോയിസ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നു. പിന്നെ ഒരു മെയിൽ എങ്ങനെ അയക്കാം, ഒരു സ്ലൈഡ് നമുക്ക് എങ്ങനെ പ്രസന്റ് ചെയ്യാം, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയും. ഇനി സെക്കൻഡ് മൊഡ്യൂൾ എന്ന് പറയുമ്പോൾ നമ്മുടെ റീഡിംഗ് സ്കിൽസ്, കോംപ്രിഹെൻഷൻ സ്കിൽസ്, സബ്മറൈസിങ്, ആ സ്കിൽസ് എല്ലാം ഡെവലപ്പ് ചെയ്യാനുള്ള കാര്യങ്ങളാണ് സെക്കൻഡ് മൊഡ്യൂളിലുള്ളത്. അതെന്ന് വെച്ചാൽ ന്യൂസ് പേപ്പർ വായിക്കുക, നമ്മളെ എന്തെങ്കിലും ഒരു കാര്യം വായിച്ചിട്ട് അതിനെ ക്രിട്ടിസൈസ് ചെയ്യുക, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ, കുറച്ച് ആക്ടിവിറ്റീസ്. ഈ പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചാൽ കൂടുതൽ ആക്ടിവിറ്റീസ് ആണ് കേട്ടോ വരുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ PPT ഒക്കെ പ്രസന്റ് ചെയ്ത് നമ്മൾ ക്ലാസ് എടുക്കേണ്ടി വരും, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ വരും. ഈ തേർഡ് മൊഡ്യൂൾ എന്ന് വെച്ചാൽ ഓറൽ പ്രസന്റേഷൻ, ഡിബേറ്റ് ആൻഡ് ഗ്രൂപ്പ് ഡിസ്കഷൻ. ഓറൽ പ്രസന്റേഷൻ നമ്മുടെ PPT പ്രസന്റേഷൻ, ഡിബേറ്റ് ആൻഡ് ഗ്രൂപ്പ് ഡിസ്കഷൻ അത് ജസ്റ്റ് നമുക്ക് ഡിബേറ്റ് ഗ്രൂപ്പ് ഡിസ്കഷൻ എന്താണ്, എന്തൊക്കെ പോയിന്റ് അതിൽ റിമെമ്പർ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ക്ലാസ്സിൽ ഗ്രൂപ്പായിട്ട് തിരിച്ച് ഡിബേറ്റ് ആൻഡ് ഗ്രൂപ്പ് ഡിസ്കഷൻസ് നടത്തും. അപ്പൊ അത് പ്രാക്ടിക്കൽ സെക്ഷൻസ് വരുന്നതാണ്. ഇനി നാലാമത്തേന്ന് വെച്ചാൽ ലിസണിങ് ആൻഡ് ഇന്റർവ്യൂ സ്കിൽസ്. ഇന്റർവ്യൂ സ്കിൽസ് എങ്ങനെ ഡെവലപ്പ് ചെയ്ത് ചെയ്യാം, നമ്മൾ ഒരു ഇന്റർവ്യൂ ബോർഡിനെ എങ്ങനെ ഫേസ് ചെയ്യണം, ഒരു ഇന്റർവ്യൂ ബോർഡിനെ നമ്മൾ ഫേസ് ചെയ്യുമ്പോൾ നമുക്ക് എന്തെല്ലാം സ്കിൽസ് വേണം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളുമാണ് ഫോർത്ത് മൊഡ്യൂൾസിൽ വരുന്നത്. ഇനി ഫിഫ്ത്ത് മൊഡ്യൂൾ എന്ന് പറയുമ്പോൾ ഫോർമൽ റൈറ്റിംഗ്, ടെക്നിക്കൽ റൈറ്റിംഗ്, ഒരു ടെക്നിക്കൽ പേപ്പർ അല്ലെങ്കിൽ ഒരു റിപ്പോർട്ട് നമുക്ക് എങ്ങനെ എഴുതി വയ്ക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഫിഫ്ത്ത് മൊഡ്യൂളിൽ പറയുന്നത്. അതിൻ്റെ അകത്ത് CV, ബയോഡേറ്റ, റെസ്യൂമി ഇത് തമ്മിലുള്ള ഡിഫറൻസിനെ കുറിച്ച് പറയുന്നു. പിന്നെ നമ്മൾ ടെക്നിക്കൽ പേപ്പർ എഴുതുമ്പോൾ എന്തൊക്കെ മിസ്റ്റേക്സ് വരുത്തുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷന്റെ ഫിഫ്ത്ത് മൊഡ്യൂളിൽ പറയുന്നു. ഇനി അടുത്തതെന്ന് പറയുമ്പോൾ ഇത്രയാണ് പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷനിലുള്ളത്. അടുത്തത് ലാസ്റ്റ്, ഓക്കെ നിങ്ങൾ പേടിക്കേണ്ട, ലാസ്റ്റ് എത്താറായി. പ്രോഗ്രാമിംഗ് ഇൻ സി എന്ന് പറഞ്ഞാൽ നമ്മുടെ IT ഡിപ്പാർട്ട്മെന്റുകാരെ സ്വന്തം സബ്ജക്ട് ആണ്. IT ഡിപ്പാർട്ട്മെന്റുകാർ മെയിൻ ആയിട്ട് നല്ല രീതിയിൽ പഠിച്ചിരിക്കേണ്ട സബ്ജക്ട് ആണ് പ്രോഗ്രാമിംഗ് ഇൻ സി. പ്രത്യേകിച്ച് ബയോക്കാർ നല്ലോണം പഠിക്കണം. ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുമ്പോൾ ബേസിക് ആയിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന കമ്പ്യൂട്ടേഴ്സിനെ കുറിച്ച്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർസ് ആൻഡ് സോഫ്റ്റ്വെയർസ്, ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് യൂണിറ്റ്, കമ്പലർ എന്തുവാ, ഇന്റർപ്രറ്റർ എന്താ, ഫ്ലോ ചാർട്ട്, അൽഗോരിതം, സീറോ കോഡ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഫസ്റ്റ് മൊഡ്യൂളിൽ പറഞ്ഞു പോകുന്നത്. ഈ സെക്കൻഡ് മൊഡ്യൂൾ എന്ന് വെച്ചാൽ പ്രോഗ്രാമിംഗ് ബേസ്. നമ്മളൊരു പ്രോഗ്രാം ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്തൊക്കെ അറിഞ്ഞിരിക്കണം, അതാണ് സെക്കൻഡ് മൊഡ്യൂളിൽ പറയുന്നത്. ഇഫ് സ്റ്റേറ്റ്മെന്റ്, സ്വിച്ച്, ഗോ ടു, ഇതിലിപ്പോ കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞ ആൾക്കാർക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ മനസ്സിലാവും. സ്വിച്ച്, ഗോ ടു, വൈൽ, ഡു വൈൽ, ഫോർ ലൂപ്പ്, ബ്രേക്ക്, കണ്ടിന്യൂ, സ്കാൻഎഫ്, പ്രിന്റ്എഫ്, അതൊക്കെ എന്തുവാ, അങ്ങനെയാണ് സെക്കൻഡ് മൊഡ്യൂളിൽ പറയുന്നത്. ഇനി തേർഡ് മൊഡ്യൂൾ എന്ന് പറയുമ്പോൾ അറേസ് ആൻഡ് സ്ട്രിംഗ്. അറേ എന്തുവാ, 1 ഡൈമെൻഷണൽ അറേ എന്തുവാ, 2 ഡൈമെൻഷണൽ അറേ എന്താ, അറേ എങ്ങനെ ഇനിഷ്യലൈസ് ചെയ്യാം, അറേ എങ്ങനെ ആക്സസ് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നു. അതുമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് പ്രോബ്ലംസ്. പിന്നെ സ്ട്രിംഗ് എന്തുവാണ്, സ്ട്രിംഗ് ഹാൻഡ്ലിംഗ് ഫംഗ്ഷൻ, സ്ട്രിംഗ് എങ്ങനെ ഡിക്ലെയർ ചെയ്യും, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ ലീനിയർ സെർച്ചിന്റെ ഒരു പ്രോഗ്രാം, ബബിൾ സോർട്ടിന്റെ പ്രോഗ്രാം, പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറെ പ്രോഗ്രാംസ്. അത് ശ്രദ്ധിക്കണം, ഇത് പ്രോഗ്രാംസ് നമ്മൾ കുറെ പ്രോഗ്രാംസ് ഇതിന്റെ അത് ചെയ്യാൻ വരും, കോഡിങ് കുറെ ചെയ്യേണ്ടി വരും. ആൻഡ് ഫോർത്ത് മൊഡ്യൂൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഫംഗ്ഷൻസ്, വർക്കിംഗ് വിത്ത് ഫംഗ്ഷൻസ് എന്താണ്, മോഡുലാർ പ്രോഗ്രാമിംഗ് എന്താണ്, ഒരു ഫംഗ്ഷനെ എങ്ങനെ ഡിക്ലെയർ ചെയ്യാം, ഒരു ഫംഗ്ഷനെ എങ്ങനെ കോൾ ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ആക്ച്വൽ പാരാമീറ്റർ എത്തോ, ഗ്ലോബൽ പാരാമീറ്റർ എത്തോ, പാസ് ബൈ വാല്യൂ എത്താം, പാസ് ബൈ റെഫറൻസ് എന്തോ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ, യൂണിയൻ സ്ട്രക്ചർ കാര്യങ്ങളാണ് ഫോർത്ത് മൊഡ്യൂളിൽ പറഞ്ഞു പോകുന്നത്. ആൻഡ് ഫിഫ്ത്ത് മൊഡ്യൂളിൽ എന്ന് പറയുന്നത് പോയിന്റേഴ്സ് ആൻഡ് ഫയൽസ്. പോയിന്റർ എന്തുവാണ്, പോയിന്റർ എങ്ങനെ ഡിക്ലെയർ ചെയ്യാം, ഒരു നൾ പോയിന്റർ എന്താണ്, നമ്മളൊരു അറേ എങ്ങനെ പോയിന്റർ വെച്ച് ആക്സസ് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളാണ് പോയിന്റർ സെക്ഷനിൽ പറയുന്നത്. ആൻഡ് ഫയൽ സെക്ഷനിൽ എന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ച് ഫയൽ ഓപ്പറേഷൻസ് പഠിക്കുന്നു, ഓപ്പൺ, ക്ലോസ്, അപ്പൻഡ്, റൈറ്റ്, റീഡ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയുന്നു. ആൻഡ് അത്രയാണ് ഈ പ്രോഗ്രാമിംഗ് ഇൻ സിയിൽ വരുന്നത്. ആൻഡ് ഇത് IT ഞാൻ പറയാം, പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോയിട്ടുണ്ട്, പക്ഷേ ശ്രദ്ധിക്കണം. IT മാത്രമല്ല എല്ലാ ഡിപ്പാർട്ട്മെന്റുകാരും പഠിക്കണം. കാര്യം പ്രോഗ്രാമിംഗ് എല്ലാവരും അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ്. അല്ലെങ്കിൽ നിങ്ങൾ എല്ലാ സെമ്മ് ഫുള്ള് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഒന്നേന്ന് പ്രോഗ്രാമിംഗ് പഠിക്കേണ്ടി വരും. അപ്പൊ ഇപ്പോഴേ ഒന്ന് പഠിച്ചു പോയാൽ വളരെ നല്ലതായിരിക്കും. ഇനി വരുന്നതെന്ന് വെച്ചാൽ, ഹലോ, പറയടാ. പറ. ഇതിന്റെ എക്സാം എങ്ങനെയാ, കമ്പ്യൂട്ടറിലാണോ? ഹലോ, ഇല്ലടാ, നമുക്ക് പ്രോഗ്രാമിംഗ് സിക്ക് ലാബ് സെക്ഷൻ ഉണ്ട്. ലാബ് സെക്ഷൻ കേൾക്കാം ഞാൻ പറയാൻ. ഹലോ, പ്രോഗ്രാമിംഗ് ഇൻ സിക്ക് ലാബ് സെക്ഷൻ ഉണ്ട്. പക്ഷെ ലാബ് സെക്ഷൻ ഉണ്ടെങ്കിലും ലാബിന് എക്സാം ഇല്ല. മീൻസ് ലാബ് നമുക്ക് എക്സാം നടത്തൂല, ജസ്റ്റ് ലാബിൽ കൊണ്ടുപോകും, ചെയ്യിക്കും, അത്ര തന്നെ പറഞ്ഞു തരും. അല്ലാതെ ലാബ് എക്സാം ആയിട്ട് നടത്തൂല. നമ്മുടെ തിയറി എക്സാം പോലെയാണ് ഈ ലാബ് എക്സാം ചെയ്യുന്നത് ഫസ്റ്റ് സെമ്മില്. പക്ഷെ സെക്കൻഡ് സെം മുതലൊക്കെ ലാബ് എക്സാംസ് കാണും ITക്ക്. ഇനി വർക്ക്ഷോപ്പ് ആൻഡ് ലാബ്സ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എടാ മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ. ഇനി വർക്ക്ഷോപ്സ് ആൻഡ് ലാബ് എന്ന് പറയുമ്പോൾ ഫിസിക്സ് ലാബ്, കെമിസ്ട്രി ലാബ്, സിവിൽ ആൻഡ് മെക്കാനിക്കൽ വർക്ക്ഷോപ്പ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് വർക്ക്ഷോപ്പ്. ഫിസിക്സ് ലാബിലും കെമിസ്ട്രി ലാബിലും ഞാൻ ആദ്യം പറഞ്ഞ പോലെ 8 ലാബോ 7 ലാബോ ആണ് വരുന്നത്. നമ്മൾ തിയറി പഠിക്കുന്ന എന്താണോ അതിന്റെ ബേസിൽ ലാബ് ചെയ്യും. ഒന്നുമില്ല, നമ്മൾ ലാബിൽ ചെല്ലുമ്പോൾ നമ്മുടെ മിസ്സുമാർ പറഞ്ഞവരും എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അത് ചെയ്യുക, ഇറങ്ങി വരും, അത്രേ ഉള്ളൂ കാര്യം. വേറെ വലിയ കാര്യങ്ങളൊന്നുമില്ല. ഈ എക്സാം എന്ന് പറഞ്ഞാൽ ലാബ് എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ. നമ്മൾ ലാബിൽ ചെന്ന് എക്സാമിന് ലാബിൽ ചെന്ന് ഒന്നും ചെയ്യാനില്ല.
ഫുള്ള് തിയറി എക്സാംസ് ആണ് വരുന്നത്. അതായത് നമുക്ക് ലാബ് ചെയ്ത് നോക്കേണ്ട കാര്യമില്ല. കെമിസ്ട്രിയുടെ കാര്യത്തിൽ അതേ സെയിം തന്നെയാണ് വരുന്നത്. ഇനി സിവിൽ ആൻഡ് മെക്കാനിക്കൽ വർക്ക്ഷോപ്പിൽ നമ്മൾ സിവിലിൽ ആദ്യം കുറച്ച് ദിവസം ചെന്ന് സിവിലിന്റെ എക്യുപ്മെന്റ്സ് എല്ലാം കുറച്ച് പരിചയപ്പെടണം. പിന്നെ ലെവലിംഗ് എന്തോ സർവൈവിംഗ് എന്തോ അതൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരും. അത്ര തന്നെ സിവിൽ വർക്ക്ഷോപ്പിലും മെക്കാനിക്കലിലും അതുപോലെ തന്നെ വെൽഡിങ്, കാസ്റ്റിങ്, അങ്ങനെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ ഫിറ്റിങ് അതെല്ലാം ഇങ്ങനെ കാണിച്ച് നമ്മൾ ചെയ്യും. പക്ഷെ എന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു എക്സ്പീരിയൻസിന് വേണ്ടി, അല്ലാതെ നമുക്ക് എക്സാം ഇതില്ല. പ്രാക്ടിക്കൽ എക്സാം നമുക്ക് ഫസ്റ്റ് ഇയർലി ഇല്ല. പ്രാക്ടിക്കൽ എക്സാം എന്ന് പറഞ്ഞ സാധനമേ ഇല്ല. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് അതുപോലെ ഇലക്ട്രിക്കൽ ലാബിൽ തന്നെ നമ്മൾ ബൾബ് ഓരോ കണക്ഷൻസ് നടത്തി ബൾബിനെ കത്തിച്ച് കാണിച്ചു കൊടുക്കണം. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് വർക്ക്ഷോപ്പ് ഞങ്ങളെ ഇയറിന് ഒന്നും കിട്ടിയിട്ടില്ല, ലോക്ക്ഡൌൺ ആയിപ്പോയി. പിന്നെ ഇലക്ട്രോണിക്സ് വരുമ്പോഴത്തേക്ക് ആംപ്ലിഫയർ കണക്ട് ചെയ്യണം, റെക്ടിഫയർ കണക്ഷൻ, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇലക്ട്രോണിക്സ് വർക്ക്ഷോപ്പിൽ വരുന്നത്. ഇനി ലാസ്റ്റ് ഇതിന്റെയൊക്കെ എക്സാം എന്ന് പറഞ്ഞാൽ ഒന്നി ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരിക്കും, അല്ലെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ആയിരിക്കും. ഒരു 30 മാർക്കിനെങ്ങാണേ ചോദിക്കുള്ളൂ, അല്ലാതെ ലാബ് എക്സാം ആയിട്ടില്ല, ഒന്നുമില്ല. ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് ലാബ് എക്സാമേ ഇല്ല. എക്സാം ഉണ്ട്, ഈ റിട്ടേൺ എക്സാം ആണ്, ലാബിൽ പോയുള്ള എക്സാം ഇല്ല. അപ്പൊ ഇത്രയാണ് ടോട്ടൽ ഉള്ളത്, ഞങ്ങൾക്ക് പറയാനുള്ളത്. തീർന്നു. ആൻഡ് അറിയാൻ കുറച്ച് ടൈം വളരെയധികം എടുത്തെന്നറിയാം. സോറി, ഞങ്ങൾക്ക് നെറ്റിന്റെ ഇഷ്യൂ വന്ന് അതാണ് അങ്ങനെ സംഭവിച്ചു പോയത്. ഈ PPT ഞങ്ങൾ നിങ്ങളുടെ ഗ്രൂപ്പിലോട്ട് ഷെയർ ചെയ്തിരിക്കുക. ആൻഡ് ഇനി ഇതിന്റെ എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെയോ മാളവികയോ കോൺടാക്ട് ചെയ്താൽ മതി. ഈ ഓരോ സബ്ജക്റ്റിന്റെയും ഡീറ്റെയിൽഡ് സിലബസ് ഞങ്ങളെ കിടപ്പുണ്ട്, എല്ലാത്തിന്റെയും ഈ 15 സബ്ജക്റ്റിന്റെയും കിടപ്പുണ്ട്. അപ്പൊ ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി. വേറെ വല്ല ഡൗട്ടും ഉണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ എന്തുവാടാ ചേച്ചിയുടെ മറ്റേ ആ ഗ്രൂപ്പിലുണ്ടോ CSAല്? ആടാ, അത് ഞങ്ങൾ മെസ്സേജ് അയച്ചേക്കാം. മെസ്സേജ് അയക്കുമ്പോ എന്റെ നമ്പർ വേണോ? ഞാൻ ഇതിന്റെ അകത്ത് വേണമെങ്കിൽ ടൈപ്പ് ചെയ്തിട്ടേക്കാം. റിഗാർഡിംഗ് ഇത് ഉണ്ടെങ്കിൽ പേഴ്സണലോ അല്ലെങ്കിൽ ഗ്രൂപ്പിലോ ചോദിച്ചാലും മതി. ഞാൻ നിങ്ങളെ രണ്ടുപേരെ മെൻഷൻ ചെയ്ത് മെസ്സേജ് ഇട്ടേക്കാം വേണമെങ്കിൽ, അപ്പൊ ഇവരെ പെട്ടെന്ന് എടുക്കാൻ പറ്റും. ഓക്കെ. അപ്പൊ അങ്ങനെ എന്തുവാടാ ആ KTUന്റെ സിലബസ് ഏത് വെബ്സൈറ്റിലാ കിട്ടണേന്നൊന്ന് പറയൂ. അത് ജസ്റ്റ് ഒന്ന് അടിച്ചാൽ മതി. KTU സിലബസ് ഒന്ന് അടിച്ചു നോക്കിയാൽ മതി. ഫസ്റ്റ് വരുന്ന വെബ്സൈറ്റിൽ കയറി നോക്കിയാൽ മതി. അപ്പൊ കുറെ ലിങ്ക് കയറി പോകണം. അപ്പൊ നീ ഒരു കാര്യം ചെയ്താൽ മതി, എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി. എന്റെ നിങ്ങളെ ഫസ്റ്റ് ഇയറിലെ എല്ലാ സിലബസും കിടപ്പുണ്ട്, ഞാൻ എല്ലാം അയച്ചു തരാം. ഓക്കെ, PDF ആക്കി കിടപ്പുണ്ട്. പിന്നെ അങ്ങനെ ആർക്കെങ്കിലും ടെക്സ്റ്റ് റെഫർ ചെയ്യണ്ടെന്നൊന്നും എങ്ങനെ അറിയുന്നത്? ടെക്സ്റ്റ് അതിന്റെ അകത്ത് കുറച്ച് ടെക്സ്റ്റിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് സിലബസിന്റെ അകത്ത്. ഇനി അല്ലാതെ എനിക്ക് മെസ്സേജ് അയക്കും, ഞാൻ കുറച്ച് എന്റെ പേഴ്സണൽ ആയിട്ട് ഞാൻ കുറച്ച് ടെക്സ്റ്റുകളുടെ ഫോട്ടോ അയച്ചു തരാം. അപ്പൊ അത് പോയി വാങ്ങിയാൽ മതി. അല്ലാതെ അതിന്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന ടെക്സ്റ്റുകൾ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വായിച്ചെത്താൻ പറ്റുന്ന ടെക്സ്റ്റുകളല്ല. അപ്പോ ടെക്സ്റ്റുകൾ ഞാൻ പറഞ്ഞുതരാം ഏതൊക്കെയാണെന്നുള്ള. ശരി. അപ്പൊ വേറെ ഒന്നും ഇല്ല, വേറെ ഡൗട്ട് ഒന്നും ഇല്ലെങ്കിൽ എല്ലാവർക്കും ലിസ്റ്റ് ആവാം. താങ്ക് യു.